ബേസിക്കലി നമ്മൾ വളരെ അലേർട്ടായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കുക, അവർ ഒബ്സർവ് ചെയ്യാന്നുള്ളത്. അത് പോൺ സൈറ്റിലേക്കുള്ളതായിരിക്കാം, അശ്ലീല കണ്ടന്റുകളിലേക്കുള്ളതായിരിക്കാം. അപ്പോൾ 12 വയസ്സാവാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിയാണ്, ചെറുതാണ്, ആ കുട്ടി അത് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയിൽ ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അത് സെക്ഷൽ ഡീവിയേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. സ്വന്തം സിസ്റ്ററിൻ്റെ നേക്കഡ് ഫോട്ടോസോ അല്ലെങ്കിൽ ഫോട്ടോസ് മോർഫ് ചെയ്തിട്ട് അത് സെല്ല് ചെയ്യുന്ന ആൾക്കാർ, സ്വന്തം അമ്മേനെ കൊന്ന, അച്ഛനെ കൊല്ലാൻ പ്ലാൻ ചെയ്ത കുട്ടികൾ, ഇതല്ലാതെ സ്ട്രേഞ്ചേഴ്സ് അയച്ചു കൊടുക്കുന്നൊരവസ്ഥയുണ്ട്. അത് വലിയ അപകടമാണ്. അത് ഗ്രൂമിങ്ങിൻ്റെ സ്റ്റേജ് ആയിരിക്കാം. നമ്മൾ അറിയ പോലും ഇല്ല. അതെ അതെ. അൺഫോർച്ചുനേറ്റ്ലി എല്ലാ കുട്ടികളെയും തിരിച്ചു വിടുന്ന ഒരവസ്ഥയാണുള്ളത്. തിരിച്ചു വിടുമ്പോൾ കുട്ടി റീവിക്ടിമൈസേഷൻ സംഭവിക്കാൻ, വീണ്ടും നമ്പർ ഓഫ് പേഴ്സൺ അബ്യൂസ് ചെയ്ത് തിരിച്ചു വന്ന കുട്ടികളുണ്ട്. 2ാമതും 3ാമതും വന്ന കുട്ടികളൊക്കെ ഉണ്ട്. 100 കേസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ പിന്നെ അതിലൊരു 90 കേസിലും ഞാൻ വിറ്റ്നസ്സായിട്ട് പോകും. വിറ്റ്നസ്സായിട്ട് പോയിട്ട് കോടതിയിൽ നിൽക്കുമ്പോണ്ടാവും അപ്പുറത്ത് പ്രതിക്ക് വേണ്ടിയിട്ട് ഈ പ്രമുഖ വ്യക്തി ഇങ്ങനെ നിൽക്കുക. ചൈൽഡ് സെക്ഷൽ അബ്യൂസിന് ഇരയായ ഒരു കുട്ടിക്ക് 2 എഫക്റ്റുകൾ ഉണ്ടാവാം എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുടുംബ കോടതിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പിടിച്ചതിൻ്റെ പേരിലാണ് അവർ കുടുംബ കോടതിയിൽ ഡിവോഴ്സായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ സ്ത്രീയോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയാണ്, ഞാൻ മദ്രസയിൽ പോകുന്ന കാലത്ത് ചെറുപ്പത്തിലാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തെറ്റാണെന്ന് പഠിപ്പിക്കേണ്ട ആളാണ് ഇന്നിങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അത് നെയ്യേറിയിട്ട് അപ്പം വടക്കാവില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ലാളിക്കണം, പരമാവധി ലാളിക്കണം, സ്നേഹം കണ്ട് അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് കുട്ടികൾ വളരണം. ഹലോ എവ്രി വൺ, വെൽക്കം ടു യു ആൻഡ് യു മൈൻഡ്ഫുൾ. മാതാപിതാക്കളോടെ എന്തെങ്കിലും ഒരു സൂപ്പർ പവർ വേണമെന്ന് ചോദിച്ചാൽ അവരിലൊരു 99% ആൾക്കാരും പറയും ഞങ്ങളുടെ കുട്ടികളുടെ മനസ്സൊന്നറിയാൻ, അവരുടെ ചിന്താഗതി ഒന്നറിയാനുള്ളൊരു സൂപ്പർ പവർ മതി. ഇന്ന് അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് സോഷ്യൽ വർക്കറായിട്ടുള്ള അൻവർ കാരക്കാടനാണ്. ഇദ്ദേഹം ഒരു 15 ഇയേഴ്സായിട്ട് ഡിസ്ട്രിക്ട് ലെവൽ ചൈൽഡ് ലൈൻ കോർഡിനേറ്ററായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അതുകൂടാതെ തന്നെ ഫാമിലി കോർട്ടിലെ അഡീഷണൽ കൗൺസിലറാണ്, ചൈൽഡ് റൈറ്റ് ആക്ടിവിസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ്റെ കൂടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാത്തതും നമുക്കറിയാൻ ആഗ്രഹമുള്ളതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ടാവും. അപ്പോൾ ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദിസ് ഷോ. താങ്ക് യു സിബില ഫോർ ദ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടം ഒരു പക്ഷേ പാരൻസിനെയും പാരൻ്റ് ആവാൻ പോകുന്ന ആൾക്കാരെയൊക്കെ ഒരുപാട് വറീഡാക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മളിത് സംസാരിക്കുന്ന ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നേയുള്ള ദിവസമാണ് സ്വന്തം സിസ്റ്ററിൻ്റെ നേക്കഡ് ഫോട്ടോസോ അല്ലെങ്കിൽ ഫോട്ടോസ് മോർഫ് ചെയ്തിട്ട് അത് സെല്ല് ചെയ്യുന്ന ആൾക്കാർ, സ്വന്തം അമ്മേനെ കൊന്ന, അച്ഛനെ കൊല്ലാൻ പ്ലാൻ ചെയ്ത കുട്ടികൾ, ഇവരൊക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇറ്റ്സ് വെരി സ്കെയറി. അതായത് നമ്മൾ മീഡിയയിൽ കാണുന്ന ന്യൂസുകൾ കണ്ടാൽ ഒരു കുട്ടി ഉണ്ടാവണം എന്ന് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോലത്തെ, അല്ലെങ്കിൽ പാരൻസ് ആണെങ്കിൽ പോലും ദൈവമേ എന്ന് വിളിച്ചു പോകുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ ചൈൽഡ് അബ്യൂസോ അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് ഇത്രയും കാലം ജോലി ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് സാർ ശരിക്കും വിചാരിക്കുന്നുണ്ടോ ഇന്നത്തെ ജനറേഷൻ മുന്നേയുള്ള ജനറേഷനൊക്കെ വെച്ച് വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ആയിട്ടുള്ള ഒരു ജനറേഷനാണ്, നമുക്കിവരെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് സാറിന് തോന്നുന്നുണ്ടോ? എല്ലാ കാലത്തും പുതിയ തലമുറയെ ഡീൽ ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിലവിലെ ഇപ്പം പുതിയ ഡിജിറ്റൽ ഏജിലെ തലമുറ എന്ന് പറയുന്നത് കുറച്ച് അധികം റിസ്ക്കിയാണ്. സിബില പറഞ്ഞ പോലെ തന്നെ കുറച്ച് അധികം റിസ്ക്കി ആയിട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത്, പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ആരും പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതിനൊരു ട്രെയിനിങ് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൊറോണ കാലത്തെ ഓൺലൈൻ ക്ലാസ്സിന് ശേഷമുള്ള, അതല്ലെങ്കിൽ മൊബൈൽ സ്വകാര്യമായി കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കിട്ടിയത് മുതലുള്ള ഒരു ഒരു വലിയ പ്രശ്നം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സ്വകാര്യമായിട്ട് അല്ലെങ്കിൽ റൂമിൽ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റിൽ ഈ ഫോൺ ഉപയോഗിക്കുന്നത് ആരും റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. റെസ്ട്രിക്റ്റ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ പോവാണ് അല്ലേ, നമ്മൾ അറിയുന്നില്ല. അതെ. അപ്പം സ്വാഭാവികമായിട്ടും ഇവരുടെ ഉറക്കം
കുട്ടികൾക്ക് എത്ര മണിക്കൂർ ഉറങ്ങണം എന്നാണ് ഷിബില ചിന്തിക്കുന്നത്? 10 മണിക്കൂർ 10 മണിക്കൂർ, 8 അല്ല, മണിക്കൂറെങ്കിലും 8 to മിനിമം 10 ഉറങ്ങണം ആ, എന്നാണ് അതെ, പറയുന്നത്. 8 to 10 hours അപ്പം എന്ന് പറയും. സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഉറക്കത്തിന് ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും. ബാധിക്കുന്നുണ്ട്. അതായത് ഇവർ 12 മണി, 1 മണി, 3 മണിക്കൊക്കെ ആയിരിക്കും ഉറങ്ങുന്നുണ്ടാവുക. ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗെയിം ആവാം, ചിലപ്പോൾ റീല് കണ്ടിരിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ അവർ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റികൾ ഫോണിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. ഇവർക്ക് ഓട്ടോമാറ്റിക്കലി ഉറക്കം വരുമ്പോൾ അവർ ഉറങ്ങിപ്പോകുന്നതാണ്. അത് ഏത് സമയത്ത് ഉറങ്ങിയെന്ന് പോലും അവർ അറിയുന്നില്ല. അറിയില്ല. രാവിലെ ഇവർ എണീക്കും. എങ്ങനെ? അമ്മ വന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമ്പോൾ അല്ലേ? അപ്പം കുട്ടിക്ക് ഒരു പക്ഷേ 4 മണിക്കൂറേ ഉറക്കം കിട്ടിയിട്ടുണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ 3 മണിക്കൂറേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അതൊന്നും നമ്മൾ അറിയുന്നില്ല. പാരൻസും അതന്നെ അവസ്ഥ. ഫോൺ നോക്കി 12 മണി, 1 മണി, 2 മണിയൊക്കെ ആയിട്ടാണ് അവർ ഉറങ്ങുന്നുണ്ടാവുക. അവരും അലാറം വെച്ചായിരിക്കും നീട്ടിട്ടുണ്ടാവുക. എന്നിട്ട് രാവിലെ ഒരു ഞാനുമ്മ കളിയാ അല്ലേ? ഞാനൊക്കെ പലപ്പോഴും വീട്ടിൽ നിന്ന് പിന്നെ അത് കാണാൻ കഴിയാതെ ഇറങ്ങിപ്പോവുക ചെയ്യുക. അത് ഒരു ബഹളാണല്ലോ. അല്ലെങ്കിൽ റൂമിൽ അടച്ചിട്ട് പുതപ്പിട്ടിട്ടൊക്കെ കിടക്കുന്ന രക്ഷിതാക്കളുണ്ട്, പലരും പറയുന്നതാണത്. ഇത് കേൾക്കാൻ വയ്യ, ഈ ഒരു കോംപ്ലിക്കേഷൻ കാണാൻ വയ്യാത്തതുകൊണ്ട്. അപ്പം ഉറക്ക് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ അഗ്രഷൻ കൂടാണ് അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് കലയിക്കാനുള്ളൊരു മൂഡായിരിക്കും. കുട്ടിക്ക് ഓൾറെഡി ഉറക്ക് പോയിട്ടുണ്ട്, പാരൻറ്റും ഉറക്ക് പോയിട്ടുണ്ട്. പാരൻ്റ് ഈ ഫ്രസ്ട്രേഷൻ മുഴുവൻ രാവിലെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ മേലെടുക്കുന്നു. അതല്ലേ നമ്മൾ കാണുന്നത്. അപ്പം ആ ഒരു ആക്ടിവിറ്റി ഈ അമ്മ വന്ന് ഷൗട്ട് ചെയ്യുന്നതും കുട്ടിയിൽ ഒന്നും കൂടെ കോർട്ടിസോൾ കൂട്ടുന്നു. അതായത് സ്ട്രെസ് ഹോർമോൺ. ഉറക്കമില്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺ ഓൾറെഡി കൂടുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ അമ്മ ഷൗട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ അതൊന്ന് ഡബിൾ ആവുന്നു. അതായത് ഒരു സ്ലോ മോർണിംഗ് അല്ലാതെ ഒരു റഷിൽ എണീക്കുന്നു എന്നുള്ളത് തന്നെ ഒരു പ്രശ്നമാണ് അല്ലേ? ഇനി ഉറക്കം കറക്റ്റ് ആണെങ്കിലും ഈ റഷിൽ എണീപ്പിക്കുക എന്നുള്ളത് തന്നെ പ്രശ്നമാണ്, സ്ട്രെസ് ഉണ്ടാക്കുന്ന സാധനമാണ്. അതിൻ്റെ കൂടെ ഉറക്കം കുറഞ്ഞ കുട്ടിയും കൂടാണ്, അത് ഡബിൾ ആവാണ്. ഈ തലമുറയാണ് ക്ലാസ് റൂമിലേക്ക് പോകുന്നത്, ഈ തലമുറയാണ് സമൂഹത്തിലേക്ക് പോകുന്നത്. ഇവരെന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ ഉള്ളിൽ കോർട്ടിസോളാണുള്ളത്, സ്ട്രെസ് ഹോർമോണാണുള്ളത്, കലഹിക്കാനുള്ള ചിന്ത മാത്രമാണ് അവരുടെ ഉള്ളിൽ ഉണ്ടാവുക. ഇതാണ് പുതിയ തലമുറ. ഇവരെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ പാരൻറ്റിങ്ങിൻ്റെ ഇഷ്യൂ തന്നെയാണ് ഈ വരുന്നത്. അത് നമുക്ക് മനസ്സിലായില്ല. പാരൻറ്റ് സ്വയം കൺട്രോൾ ചെയ്യുന്നില്ല, പാരൻറ്റ് തൻ്റെ കുട്ടിയുടെ ഡിവൈസിനെ കൺട്രോൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഉറക്ക് ആരും നോക്കുന്നില്ല. അതല്ലെങ്കിൽ ടീച്ചേഴ്സാണ് ഇത് ബോധം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവബോധം കൊടുക്കേണ്ടത് പാരൻസിന്. അവരും ഇത് ചെയ്യുന്നില്ല. പിന്നെ ആരാണ് ഇത് ചെയ്യുക? എന്താണ് ഇതിൻ്റെ ജെനുവിൻ റീസൺ എന്നുള്ളത് ആരും എവിടെയും പറഞ്ഞ് നമ്മൾ കേൾക്കുന്നില്ല. ഇവരെ കൈകാര്യം ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ഡീൽ ചെയ്യാൻ കഴിയുള്ളൂ. അവിടെ സോൾവ് ചെയ്യാതെ നമ്മൾ അവർക്ക് ബിഹേവിയർ പഠിപ്പിക്കാനോ, അല്ല അവർക്ക് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാനോ, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ലൈഫ് സ്കില്ലുകൾ കൊടുക്കാനോ ഒന്നും പോയിട്ട് കാര്യമില്ല. പറ്റില്ല. ഇപ്പോൾ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ അവർക്ക് ഒരു നോ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോഴേക്കും ഇപ്പോൾ ടീച്ചർ ചീത്ത പറഞ്ഞതിന് ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ പാരൻസ് ചീത്ത പറഞ്ഞതിന് ആത്മഹത്യ ചെയ്യുന്നു, ഒരു എക്സാമിൽ മാർക്ക് കുറയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു, മൊബൈൽ കൊടുക്കാത്തതിന്, റിമോട്ട് കൊടുക്കാത്തതിന് ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ നമ്മളിങ്ങനെ എല്ലാ ദിവസവും കേട്ടിട്ട് നമുക്കിതിൽ ഞെട്ടലൊക്കെ മാറി, നമുക്കിതൊരു സാധാരണ കാര്യമായിട്ട് മാറി. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു മറ്റേ കോളേജിലൊരു കുട്ടി ആത്മഹത്യ ചെയ്തു, ബോഡി ഷെയിം ചെയ്തു, അതേപോലെ ജാതിപ്പേര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആത്മഹത്യ ഉണ്ടായി. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഞാനാണ് ആ കോളേജിൽ പഠിച്ചിരുന്നൊരു കുട്ടിയെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അറിയായിരുന്നു ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രോമയിൽ അവരെത്താണ്, അവർക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത ഒരു ട്രോമയിലെത്താണ്. വെരി അൺഫോർച്ചുനേറ്റ്. ഇത്രയും ഡിഗ്രിയൊക്കെ പഠിക്കുന്ന, ഒരു ഡോക്ടർ ആവാനൊക്കെ, ഡെൻറ്റിസ്റ്റ് ആവാനൊക്കെ പഠിക്കുന്ന വളരെ മുതിർന്നൊരു കുട്ടിയാണ്, വളരെ ചെറിയ കുട്ടിയെന്ന് പോലും നമുക്ക് പറയാൻ വയ്യ. അപ്പോൾ ആ പാരൻസിൻ്റെ സങ്കടം, ആ കുട്ടി കടന്നു പോയിരിക്കാവുന്ന കാര്യം. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ മെൻ്റൽ ഹെൽത്ത് അത്രയും വീക്കാവുന്നത്? അങ്ങനെ തന്നെ പറയേണ്ടി വരും തോന്നുന്നു, അൺഫോർച്ചുനേറ്റ്ലി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എങ്ങനെയാണ് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിലവിലെ കുട്ടികൾ, സഹപാഠി അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പിലെ ഒരു കുട്ടി ബോഡി ഷെയിം ചെയ്താൽ പോലും വീട്ടിൽ വന്നിട്ട് ദിവസങ്ങളോളം ഡിപ്രസീവായിട്ട് കിടക്കുന്ന തരത്തിലുള്ള കുട്ടികളുണ്ട്. അത്രത്തോളം മെൻ്റൽ ഹെൽത്ത് വീക്കാണ് എന്നുള്ളതാണ്. മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് തന്നെ, പ്രകൃതിയുമായിട്ട് ഒരു കണക്ഷനും ഇല്ല ഇവർക്ക്. പ്രകൃതിയായി അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പുമായി കളിക്കുന്ന സമയത്ത് ആണ് ഇവർക്ക് ഈ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടായി വരേണ്ടത്. മീൻസ് ഫെയിലിയർ ഉണ്ടാവുക, കളിയിൽ തോൽക്കുക, അല്ലെങ്കിൽ ഒപ്പമുള്ള കുട്ടികൾ ഒരുമിച്ചിരുന്നവനെ കളിയാക്കുക. ഈവൻ ബോഡി ഷെയിം വരെ കുട്ടികളുടെ ഇടയിലുണ്ടാവും, അല്ലെങ്കിൽ ഇരട്ടപ്പേര് വിളിക്കുക. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവരുടെ ഇടയിലുണ്ടാവും. അവർ തന്നെ അത് സോൾവ് ചെയ്ത് വരും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി അവരിൽ ഉണ്ടാവേണ്ട ഒരു ലൈഫ് സ്കില്ലുകളുണ്ട്. ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഡെവലപ്പായി വരുന്നില്ല. അതിനുള്ള സാഹചര്യങ്ങളില്ല. അതിനുള്ള സാഹചര്യങ്ങൾ വീട്ടുകളിൽ നിന്നും കൊടുക്കുന്നില്ല, സ്കൂളുകളിൽ നിന്നും കൊടുക്കുന്നില്ല.
അത് ബോധപൂർവം നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ നേരത്തെ വിദ്യാഭ്യാസ സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം തിയറി കൊടുക്കലല്ല വേണ്ടത്. ഇവർക്ക് കായിക വിനോദങ്ങൾ, ആക്ടിവിറ്റികൾ എത്രത്തോളം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മെൻ്റൽ ഹെൽത്ത് വെല്ലാവും. മെൻ്റൽ ഹെൽത്ത് ഇല്ലാത്തൊരു കുട്ടിയെ എന്ത് പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? എത്ര മാർക്ക് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? മീൻസ് എവിടെയും കൊണ്ടുപോയി വെക്കാൻ കഴിയില്ല. അവൻ മാർക്കൊക്കെ ഉണ്ടാക്കി നല്ല പഠിച്ച് നല്ല ജോലിയൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമൊക്കെ പാസ്സാവും. പക്ഷേ ലൈഫ് സ്കില്ലില്ല. ലൈഫ് സ്കില്ലില്ലാതെ അവനവിടെ കൊണ്ടുവച്ചിട്ട് അവൻ്റെ ജോലിയിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ വരുന്ന ഇഷ്യൂസ് ഒന്നും അവന് ഡീൽ ചെയ്യാൻ കഴിയില്ല. ലൈഫ് സ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണെന്ന് ഇതുവരെ ആരും മനസ്സിലാക്കാത്ത എന്താണെന്നാണ് എൻ്റെ ചോദ്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിലേ ഞാൻ ആ കാര്യം വേറെ ആളോട് പറയുള്ളൂ. അതിനൊരു കോൺഫിഡൻറ്റ് ഇല്ല. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മാത്രമാണ്. മെൻ്റൽ ഹെൽത്ത് ഇല്ലാത്ത ഒരാൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുട്ടികൾക്കൊന്നും സൺ എക്സ്പോഷർ ഇല്ല. സൺ എക്സ്പോഷർ ഉണ്ടാകുമ്പോഴാണ് വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത്. വൈറ്റമിൻ ഡി ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ സെറോട്ടോണിൻ എന്ന് പറഞ്ഞ ഫീൽ ഗുഡ് ഹോർമോൺ അല്ലെങ്കിൽ ഹാപ്പി ഹോർമോണുകളൊക്കെ റിലീസ് ചെയ്യാൻ വൈറ്റമിൻ ഡി നിർബന്ധമാണ്. സൺ എക്സ്പോഷർ തീരെ ഇല്ല. ഒന്ന് അതുണ്ടെങ്കിൽ മാത്രമേ ഹാപ്പി ഹോർമോൺ. ഈ ഹാപ്പി ഹോർമോണൊന്നും ഇല്ലാത്ത ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുക. ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് നെഗറ്റീവ് ചിന്തകളേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ ജാതിപ്പേര് വിളിച്ചെന്ന് പറയുമ്പോൾ അതിൽ ഭയങ്കര ഡൗൺ ആവുന്നു, പോയി ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നു. അതായത് ഡിപ്രസീവ് മൂഡിലായിരിക്കും എപ്പോഴും. പ്രോആക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അത് വരണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ തലച്ചോറിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, പോസിറ്റീവ് ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടല്ലോ, സെറട്ടോണിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ. 4 ഹാപ്പി ഹോർമോൺസ് നമ്മൾ പറയും, ഡോസ് എന്നൊക്കെ പറയും. ഇത് വേണം. ഇത് വരണമെങ്കിൽ ബോധപൂർവം നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും കൊടുക്കണം എന്നർത്ഥം. മനസ്സിലായി. ഇപ്പോൾ ഈ ഗെയിമിംഗ് അഡിക്ഷൻസും അതുപോലെ തന്നെ എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയൊക്കെ കുട്ടികളിൽ വളരെ കൂടുതലാണല്ലോ. അപ്പോൾ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ എന്താണ് ആസ് പാരൻസ് നമുക്ക് ചെയ്യാൻ പറ്റുക? ബിക്കോസ് ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ ലോകം അറിയാൻ പോലും പറ്റുന്നില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ചില സമയത്ത് അവിടെ എന്താണ് ഫ്രൂട്ട്സ് ഗ്രോ ചെയ്യാണ്, ചില സമയത്ത് പറയും എന്തോ ബിൽഡ് ചെയ്യാണ്, വി ആർ ബിൽഡിങ് ഹോംസ്, മൈൻഡ് ക്രാഫ്റ്റ് ആണ് എന്നൊക്കെ. അങ്ങനെയാണ് നമുക്ക് ബേസിക്കലി ഇതിൽ എന്താണ് അവർക്ക് എന്താ ഇതിൽ ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന് പോലും നമുക്ക് പാരൻസിന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പിന്നെ എങ്ങനെയാണ് അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ ഈ കുട്ടികൾ ഒഴിഞ്ഞിരുന്ന് കളിക്കുന്ന കാണാം. കളിക്കുമ്പോൾ അവരെ കുറച്ച് നേരം ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മതി. അവർ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് അഗ്രസീവായിട്ടുള്ള ഗെയിമുകളായിരുന്നു. ഇടിയട വോയിസും കൂടെ അതിലുണ്ടാവും. അപ്പുറത്തുള്ള ഹെഡ്സെറ്റ് വെച്ചില്ലെങ്കിൽ നമുക്കത് കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവർ അങ്ങോട്ട് പറയുന്നത് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അടി, ഇടി, വെടി ഇതന്നെ ആയിരിക്കും അധികം ഉണ്ടാവുക. അപ്പോൾ അഗ്രഷൻ ഉണ്ടാക്കുന്ന ഗെയിമുകളാണ് അവർ കാണുന്നത്. അവർക്ക് ഓൾറെഡി കോർട്ടിസോൾ ആണെന്ന് നമ്മൾ പറഞ്ഞു, ഉറക്കം കുറവായതുകൊണ്ടും അതല്ലെങ്കിൽ സൺ എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ടൊക്കെ. ഇങ്ങനെയുള്ള കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളും ഇങ്ങനെയാണ്. അവർ കളിക്കുന്ന ആളുകളോ അവരുടെ ഏജിലുള്ളതായിരിക്കില്ല. അതായത് ഓപ്പോസിറ്റുള്ള ആൾ മീൻസ് ഓൺലൈനിലായിരിക്കും ഇവരുടെ അടുത്ത് കളിക്കുന്നുണ്ടാവുക. ഇവരുടെ ലാംഗ്വേജ് ഒക്കെ ഡെവലപ്പ് ആവും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ചില കുട്ടികൾ ഹിന്ദി പറയുന്നത് കേൾക്കാം, ചില ഇംഗ്ലീഷ് പറയുന്നത് കേൾക്കാം, കൊറിയൻ വരെ പഠിക്കുന്ന കുട്ടികൾ. സ്ട്രേഞ്ചേഴ്സ് അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല. ഓരോ സെയിം ഏജിലുള്ള ആളുകളായിരിക്കില്ല, പല ഏജിലുള്ള ആളുകളായിരിക്കാം. അപ്പോൾ അവരിൽ നിന്ന് പലതും ഇവർ പഠിക്കും. ഇവർക്ക് വിർച്വൽ സോഷ്യലൈസേഷനാണ് സംഭവിക്കുന്നത്. ഇവർക്ക് നോർമൽ സോഷ്യലൈസേഷൻ സംഭവിക്കണമെങ്കിൽ ഇവരെ പിയർ ഗ്രൂപ്പ് പുറത്തിറങ്ങി കളിക്കണം. അതവർക്കില്ല. അവർക്ക് സോഷ്യലൈസേഷൻ സംഭവിക്കുന്നത് ഈ ഗെയിമിലൂടെയും ഈ ഓൺലൈനിലൂടെയാണ്. അപ്പോൾ വിർച്വൽ സോഷ്യലൈസേഷനാണ് അവർക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അവരെ ബിഹേവിയർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്ന വാക്കുകളും വേർഡുകളൊക്കെ അങ്ങനെ ആയിരിക്കും. അതിന് പോസിറ്റീവ് ഗുണങ്ങളുണ്ട്. ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത്, അങ്ങനെ പല ടെക്നിക്കൽ കാര്യങ്ങൾ ഇവർ പഠിക്കും. അതെങ്ങനെ ക്രാക്ക് ചെയ്യുക, ഇതെങ്ങനെ ക്രാക്ക് ചെയ്യുക, ഇതെങ്ങനെ ഹാക്ക് ചെയ്യുക. ഈവൻ നിങ്ങൾ ഒരു പാരൻസിന് കുട്ടികളെ കൺട്രോൾ ചെയ്യാനുള്ള ഫാമിലി ലിങ്ക് പോലുള്ള വ്യൂകളൊക്കെ കൊടുക്കുന്ന ആപ്ലിക്കേഷനുകളുണ്ട്. ഈ ആപ്ലിക്കേഷനുകൾ എങ്ങനെ ഹാക്ക് ചെയ്യാമെന്ന് ഇവരോടൊക്കെ ചോദിച്ച് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളെ കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇട്ടിട്ടുണ്ടാവും. അവൻ എത്ര കാണുന്നുണ്ട്, എനിക്ക് എൻ്റെ ഫോണിൽ നിന്ന് കാണാം, അതെങ്ങനെ ക്രാക്ക് ചെയ്യാം, എങ്ങനെ പാച്ച് ചെയ്യാമെന്ന് അവരുടെ അടുത്ത് പഠിച്ചിട്ടുണ്ടാവും. ടെക്നിക്കൽ നോളജാണ്. ടെക്നിക്കൽ നോളജുകൾ അവർ ബേസിക്കലി നമ്മൾ വളരെ അലേർട്ടായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കുക, അവർ ഒബ്സർവ് ചെയ്യുക എന്നുള്ള കളിച്ചോട്ടെ, ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഭയങ്കരമായിട്ട്. ഇവരെ ഡിവൈസ് ഒന്നും ഒരിക്കലും പ്രൈവറ്റ് ആയിട്ട് കൊടുക്കരുത്. മീൻസ് രാത്രി റൂമിൽ ഇത്ര സമയത്തിന് ശേഷം അവർ റൂമിൽ വെക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കരുത്. മീൻസ് തുറന്ന സ്ഥലത്ത് മാത്രമേ അവർക്ക് കമ്പ്യൂട്ടർ പോലുള്ളവ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെവിടെയാണുള്ള അവിടെ നിന്ന് മാത്രം കളിക്കാനയക്കുക. ഡോർ അടച്ചിരുന്ന് കളിക്കാതിരിക്കാനയക്കുക. കാരണം വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അശ്ലീല കണ്ടൻറ്റിലേക്കുള്ള ലീഡ് എപ്പോഴും ഈ ഗെയിമുകളിൽ വരും. ഗെയിമുകളിൽ പോപ്പപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത്
പോൺ സൈറ്റിലേക്കുള്ളതായിരിക്കാം, ആയിരിക്കാം. അശ്ലീല കണ്ടന്റുകളിലേക്കുള്ളതായിരിക്കാം. അപ്പോൾ 12 വയസ്സാവാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിയാണ് ചെറുതാണ്, ആ കുട്ടി അത് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയിൽ ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ഉണ്ടാവാം. അത് സെക്ഷൽ ഡീവിയേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് സെക്ഷൽ പോൺ സൈറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ അശ്ലീല കണ്ടന്റുകളിൽ നിന്ന് ഉണ്ടാകുന്ന എക്സ്പോഷർ ഉണ്ടല്ലോ, അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതല്ലെങ്കിൽ രണ്ടാലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അത് പ്രശ്നമാണ്. നേരെ വെച്ച് 12 വയസ്സിന് മുകളിലുള്ള കുട്ടിയാണെങ്കിൽ അവന് ഹോർമോൺ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അവന് ക്യൂരിയോസിറ്റി ആവും. ആ ക്യൂരിയോസിറ്റിൻ്റെ പുറത്ത് അവൻ അതിലേക്ക് പോവാം. മനസ്സിലാവുന്നുണ്ടോ? അതല്ലെങ്കിൽ ഫ്രണ്ട്സ് എക്സ്പോഷർ, ഫ്രണ്ട്സ് ചിലപ്പം പിന്നെ റെക്കമെൻഡ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ലിങ്ക് അയച്ചു കൊടുത്തിട്ടൊക്കെ അങ്ങനെ കയറും. ഇതല്ലാതെ സ്ട്രേഞ്ചേഴ്സ് അയച്ചു കൊടുക്കുന്നൊരവസ്ഥയുണ്ട്. അത് വലിയ അപകടമാണ്. അത് ഗ്രൂമിങ്ങിൻ്റെ സ്റ്റേജ് ആയിരിക്കാം. നമ്മൾ അറിയ പോലുമില്ല. അതെ അതെ. അങ്ങനെയാണ് കുട്ടികൾ ഒരു സുപ്പാത്തിൽ ഇറങ്ങി പോകുന്നതും. അതല്ലെങ്കിൽ പിന്നെ അവർ കൺട്രോൾ ചെയ്യും കുട്ടികളെ പല കാര്യങ്ങളും പറഞ്ഞിട്ട്. ഇവർ അശ്ലീല കണ്ടന്റ്, നേക്കഡായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന സമയത്താണ് ഇവരിതൊക്കെ അയച്ചിട്ടുണ്ടാവുക ഇൻസ്റ്റാഗ്രാമിൽ നിന്നായിരിക്കും. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മളത് തപ്പുമ്പോൾ അത് കിട്ടൂല. കാരണം വാനിഷ് മോഡിലായിരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക. നമ്മൾ പറയും കുട്ടി ആർക്കും ഒന്നും അയക്കണില്ല, നമുക്കറിയില്ല. ഫേസ്ബുക്ക് തലമുറയായിരിക്കും ചിലപ്പോൾ നമ്മൾ. അവർ ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, മറ്റുള്ള പുതിയ സാധനങ്ങളൊക്കെയാണ്. ഇതിലൊക്കെ വാനിഷ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അത് അവർക്കറിയാം, പാരൻസിനത് അറിയില്ല. അപ്പോൾ ഇതൊക്കെ അയച്ചിട്ടുണ്ടാവും. പിന്നീട് അവൻ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ ഇങ്ങോട്ട് അയക്കുമ്പോഴാണ് കുട്ടി പാനിക്കാവുന്നതും പ്രശ്നമാവുന്നതും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതും. പിന്നെ ഡ്രഗിൻ്റെ കാര്യം പറഞ്ഞു. ഡ്രഗിലേക്ക് പോകുന്ന കുട്ടികളും പാരൻറ്റിങ്ങിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്. സ്ട്രിക്റ്റ് പാരൻറ്റിൻ്റെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഡ്രഗിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട്. എനിക്ക് കേട്ടോ, മീൻസ് എനിക്ക് പേഴ്സണലി. കാരണം ഈ കുട്ടികൾക്ക് സ്ട്രിക്റ്റ് പാരൻ്റ് ആയതുകൊണ്ട് തന്നെ അവർ ചോദിക്കില്ല, പോക്കറ്റ് മണി ഒന്നും ചോദിക്കില്ല, കണ്ടറിഞ്ഞ് കൊടുക്കില്ല. എന്താണ് ആവശ്യം പറഞ്ഞാൽ മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെ ചെയ്യരുത്. കുട്ടികൾക്ക് ഇടയ്ക്ക് പോക്കറ്റ് മണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യിപ്പിച്ചിട്ടെങ്കിലും പൈസ കൊടുക്കണം. ഇല്ലെങ്കിൽ കുട്ടികൾ ഈ പൈസ ഉണ്ടാക്കുന്ന പണി നോക്കും. മനസ്സിലാവുണ്ടോ? അങ്ങനെയുള്ള കുട്ടികളാണ് ഡ്രഗ് സെല്ല് ചെയ്യാൻ പോകുന്നത്, ഡ്രഗ് ട്രാഫിക് ചെയ്യാൻ ഒക്കെ പോകുന്നത്. അവർ ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവരെ ഭീഷണിപ്പെടുത്തിയാലും ഇത് വീട്ടിൽ ചെന്ന് പറയൂല. വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അടിയിട്ടുള്ളതുകൊണ്ട് പറയില്ല, ഓപ്പണപ്പ് ആവില്ല. സ്ട്രിക്റ്റും കുറച്ച് പിശുക്കും കൂടിയുള്ള പാരൻ്റ് ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള എക്സ്പ്രസ് ചെയ്യുക, കുട്ടികളോട് സ്നേഹം പരമാവധി എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ പറയും ലാളിച്ച് വഷളാക്കുക, അങ്ങനെ ഒരു സാധനമില്ല. 10 വയസ്സ് വരെ അല്ലെങ്കിൽ 7 വയസ്സ് വരെ നിങ്ങൾക്ക് പരമാവധി ലാളിച്ചോ. അത് പണ്ട് പറയുന്നതാണ് ലാളിച്ച് വഷളാക്കുക. നമ്മൾ പറയും പെർമിസീവ് പാരൻറ്റിങ്. പെർമിസീവ് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുട്ടി പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. ഇതല്ല. ലാളനയും പരിഗണനയും അല്ലെങ്കിൽ സ്നേഹമൊക്കെ എത്രയാവാം കുട്ടിയുണ്ട്. അത് നെയ്യേറിയിട്ട് അപ്പം വെടക്കാവില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ലാളിക്കണം, പരമാവധി ലാളിക്കണം. സ്നേഹം കണ്ട് അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് കുട്ടികൾ വളരണം. എന്നാൽ കുട്ടി വേറൊരു സാധനത്തിലേക്കും പോകില്ല. പോയി കഴിഞ്ഞാലും അതിൻ്റെ നമ്മളോട് തുറന്നു വരാനുള്ള അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് നമ്മോട് പറയും. അല്ലെങ്കിൽ നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ട് ആ തെറ്റവൻ ചെയ്യൂല. നേരെ മറിച്ച് ചെയ്ത് കഴിഞ്ഞൊരു ഗിൽറ്റ് ഫീലിംഗ് വരുമ്പോഴെങ്കിലും നമ്മളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, തെറ്റ് പറ്റി എനിക്ക്. ഗിൽറ്റ് ഫീലിംഗ് ഉള്ള കുട്ടികളെ കുറേ കാണാറുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അമ്മ ഭയങ്കര സങ്കടമായിട്ട് അല്ലെങ്കിൽ അച്ഛൻ ഭയങ്കര സങ്കടമായിട്ട് അമ്മ വിളിക്കും, വേഗം കൊണ്ടുവരികയെന്ന് പറയും. അങ്ങനത്തെ കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇരുത്തി നല്ലൊരു കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ, പാരൻസിന് ഒരുമിച്ച് ഒരു സെഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്ലിയറായി, ആ പ്രശ്നം അവിടെ തീർന്നു. മറ്റേ കുട്ടി പറയുന്നേ ഇല്ല, അത് ഉള്ളിലിട്ട് വളരുന്നു. അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അവനിൽ ഉണ്ടാവുന്നു. അവൻ നാട്ടിനും വീട്ടിനും പറ്റാത്തവനായി മാറും ചിലപ്പോൾ. അങ്ങനെ ആരെങ്കിലും ആവാതെ പോകുന്നുണ്ടെങ്കിൽ, സ്ട്രിക്റ്റ് പാരൻ്റ് കുട്ടി വലിയ മോശക്കാരനാവാതെ പോകുന്നുണ്ടെങ്കിൽ, ആ വീട്ടിൽ തന്നെ വേറെ ആരെങ്കിലും ഉണ്ടാവും കെയർ ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു പാരൻ്റ് കുറച്ച് ആയിട്ടുള്ള ആളുണ്ടാവും, അതല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുട്ടികളുടെ പാരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചും ഇപ്പോൾ ഒരുപാട് നമ്മൾ കേൾക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു കുട്ടിയുടെ അടുത്ത് എന്ന് നമുക്ക് തോന്നുന്ന പോലത്തെ വാർത്തകളാണ് എല്ലാ ദിവസവും വരിക. ഇതിൻ്റെ നിരക്കെടുത്ത് നോക്കുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി മലപ്പുറത്താണ് റേറ്റ് കൂടുതൽ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എന്തായിരിക്കും റീസൺ? ബിക്കോസ് ഇപ്പം ഞാൻ മലപ്പുറത്ത് നിന്നുള്ള ഒരാളാണ്. ഐ ഫീൽ വളരെ വാമായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്, ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഉള്ള. ഇപ്പോൾ എനിക്കൊന്നും അങ്ങനെ ചൈൽഡ്ഹുഡ് പാരൻറ്റിങ് ട്രോമ അങ്ങനെയൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് വളർന്നു വന്നൊരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് കേൾക്കുമ്പോൾ കുറച്ച് അവിശ്വസനീയമായിട്ട് തോന്നാറുണ്ട്. അത് രേഖപ്പെടുത്തുന്ന കേസുകൾ കൂടുതലായതുകൊണ്ടാണെന്ന് വരെ ഞാൻ ചിന്തിക്കാറുണ്ട്. അതായത് അവിടുത്തെ ആൾക്കാർ അത് പറയുന്നു, ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി എന്നുള്ളത് രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണെന്നും കൂടെ എനിക്ക് തോന്നാറുണ്ട്. എങ്ങനെയാണ് സാർ ഇതിനെ കാണുന്നത്?
ഞാൻ മലപ്പുറത്ത് ഏകദേശം 10-14 വർഷം ചൈൽഡ് ലൈനിൻ്റെ Coordinator എന്ന് പറഞ്ഞല്ലോ. ഈ സമയത്തൊക്കെ ചൈൽഡ് ലൈൻ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചൈൽഡ് ലൈൻ മലപ്പുറം തന്നെയാണ്. അതിൻ്റെ റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഡബിളാണ് പോപ്പുലേഷൻ. രണ്ടാമത്തത് എഡ്യൂക്കേഷനുള്ള ആളുകളാണ്, അവയർനെസ് ഉള്ള ആളുകളാണ്. തൊട്ടപ്പുറത്തൊരു കുട്ടിക്ക് എന്തെങ്കിലും ഇൻസിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർ അറിയാതെ വിളിച്ചു പറയും, റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ടിങ് കൂടുതലാണെന്നുള്ളത്, റിപ്പോർട്ട് ചെയ്യാനുള്ള ചിന്ത അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാനുള്ള, റിപ്പോർട്ട് ചെയ്ത് ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണല്ലോ, അത് തിരിച്ചറിയുന്ന ആളുകളാണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇപ്പം നമ്മൾ പറയും സർക്കാർ എല്ലാത്തിലും നമ്പർ 1 ആണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അല്ലേ? നമ്പർ 1 തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ നമ്പർ 1 തന്നെയാണ്. പക്ഷേ എനിക്ക് എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇത്തരം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അത് പറയാൻ സാധ്യത വളരെ കുറവാണ്. മീൻസ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇപ്പോഴും വേണ്ട രീതിയിൽ ഒരു മെച്യൂരിറ്റി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ. ഇതേപോലെ തന്നെ ഇപ്പം സർ വർക്ക് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ട് ഇപ്പം ഈ പോക്സോ കേസുകൾ ഒരുപാട് ഉള്ള സമയമാണ്. പല സമയത്തും നമ്മൾ കാണാറുണ്ട് പ്രണയബന്ധങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോകുമ്പോൾ ഈ പെൺകുട്ടി ആൺകുട്ടിക്ക് എതിരെ ഒരു പോക്സോ കേസ് കൊടുക്കുന്നതൊക്കെ വളരെ നോർമലായിട്ട് അതെ. നമ്മൾ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ എപ്പോഴും രണ്ടുപേർക്കും ഒരേ ഉത്തരവാദിത്തമാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഇത് അവരുടെ ഭാവിയെ ബാധിക്കും. എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ അതിൻ്റെ ഒരു ഷെയിം ഭയങ്കര കൂടുതലാണ്. അതൊരു റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ളതൊന്നും ആൾക്കാർ പലപ്പോഴും കണക്കിലെടുക്കില്ല. ഒരു പീഡിപ്പിച്ച ഒരാൾ എന്നുള്ള നിലക്കാണ് പോക്സോ എന്നുള്ള പേര് വരുമ്പോൾ തന്നെ നമ്മൾ സെക്ഷലി അബ്യൂസ് ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഇത്തരം കേസുകൾ സാർ ഒരുപാട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നറിയണം. അപ്പോൾ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? എങ്ങനെയാണ് ഇത് ഇപ്പം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോഴും ചില സമയത്ത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതും ന്യൂസ് ആവുന്നതും ഒക്കെ പ്രശ്നമാവാറില്ലേ? തീർച്ചയായിട്ടും. പോക്സോ കേസ് പലപ്പോഴും പോക്സോയിൽ മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ട്. അതായത് ഒരു കുട്ടിക്ക് സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ് നടന്നു എന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെക്ഷലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നെന്ന് നമ്മൾ ആരെങ്കിലും അറിഞ്ഞാൽ, പൊതുജനങ്ങളാവട്ടെ അല്ലെങ്കിൽ ബന്ധുവാവട്ടെ അയൽവാസിയാവട്ടെ ടീച്ചറാവട്ടെ ആരാവട്ടെ, അത് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമാണ്. അത് റിപ്പോർട്ട് ചെയ്തിൽ അതിനെയാണ് ഇവർ മിസ്യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഒരു പ്രണയബന്ധത്തിലായിട്ടുള്ളൊരു കുട്ടി, ആ കുട്ടിയുടെ പ്രണയത്തിലുള്ള ഓപ്പോസിറ്റുള്ള പയ്യൻ 1 വയസ്സോ 2 വയസ്സോ ചിലപ്പം കൂടുതലുണ്ടായിരിക്കാം, ചിലപ്പോൾ അവന് 18 കഴിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഇവർക്ക് ഈ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു റിലേഷനായിരിക്കും. അല്ലെങ്കിൽ ആ പയ്യൻ്റെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ പയ്യനായിട്ടോ പയ്യൻ്റെ ജോലിയായിട്ടോ എന്തെങ്കിലും ബന്ധപ്പെട്ട് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഉടൻ അവർ കൗൺസിലിംഗ് കൊണ്ടുവരും. ഈ കുട്ടിയെ കൗൺസിലിംഗ് കൊണ്ടുവന്നാൽ എന്തായാലും പ്രണയത്തിൻ്റേതായ ചില തുടലുകളും പിടിക്കലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. സെക്ഷൽ ഇൻ്റൻഷനോടുള്ള എന്ത് ആക്ടിവിറ്റി വന്ന്, അതായത് 18 വയസ്സിന് താഴെ, അത് പോക്സോൻ്റെ നിർവചനത്തിൽ വരുന്നതാണ്, അല്ലേ? അപ്പോൾ അവിടെ നിയമം മാത്രം നോക്കിയിട്ട് ഇവനെ ശിക്ഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവിയാണ് പോകുന്നത്. പ്രണയിക്കുക എന്നുള്ളത് ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ ലേറ്റ് അഡോളസൻ്റ് ഏജിൽ അത് നിർബന്ധമായിട്ട് സംഭവിക്കേണ്ട സാധനമാണ്, കോമൺ ആണ്, നിർബന്ധമായിട്ട് സംഭവിക്കേണ്ട സാധനമാണ്. അവൻ്റെ ഹോർമോണും അവൻ്റെ സോഷ്യലൈസേഷനൊക്കെ പ്രോപ്പറായിട്ട് നടന്നു എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണത്, അല്ലേ? അപ്പം അങ്ങനെ ഒരു അവകാശം അവർക്കുണ്ട്. അപ്പം ഞാനെപ്പോഴും പറയാറ്, പുറത്തൊക്കെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഇല്ല ടീനേജിൽ എന്നുണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്ന കേട്ടിട്ടുണ്ട്. സത്യം. അപ്പോൾ ഇതൊരു പോസിറ്റീവ് സൈനായിട്ടാണ് എടുക്കേണ്ടത്. ഇത് ഇങ്ങനെ അവനെ കുടുക്കിയിട്ട് ഇതിന്ന് ഒഴിവാക്കാം എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അത് അവർക്ക് ഹീൽ ചെയ്യാൻ ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ചേഞ്ച് ആവും, അല്ലേ? കുട്ടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് അവർക്ക് കളർ സെൻസ് മാറും, കോൺസെപ്റ്റുകൾ മാറും, അവർ റിലേഷൻഷിപ്പുകൾ മാറ്റും. നമ്മൾ തേക്കുക എന്നൊക്കെ പറയുന്നത് അതാണ്, അത് പോസിറ്റീവ് സൈനാണ് തേക്കുക എന്നുള്ളത്. കാരണം 1, 2, 3 റിലേഷൻഷിപ്പ് ഫെയിലാവണം എന്നാണ് ഞാനൊക്കെ ചിന്തിക്കുന്നത്. അതല്ലെങ്കിൽ കുറച്ചധികം സൈക്കോളജിസ്റ്റുമാരൊക്കെ പറയുന്നതാണ്, ഫെയിലായി കഴിഞ്ഞാലാണ് നമുക്കൊരു ഇമ്മ്യൂണിറ്റി വരാനുണ്ട്. അങ്ങനെ എന്നിട്ടാണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ടത്, പ്രോപ്പറായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെയാണ് പ്രശ്നം. അപ്പോൾ അതിന് നമ്മൾ സമയം കൊടുക്കുന്നില്ല, അതിന് മുമ്പേ ഇവരെ പോക്സോയിൽ അറസ്റ്റ് ചെയ്യാണ്. അപ്പം ഞങ്ങൾ പറയാറ്, വിത്ത് കൺസെൻ്റ് ആയിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക. ഈ പെൺകുട്ടിയും കൂടി ചിലപ്പോൾ പെൺകുട്ടിയാവും വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ടുണ്ടാവുക ഈ പയ്യനെ. എന്നാലും ഇവൻ 1 വയസ്സ് കൂടുതലുള്ളതെന്നുള്ളതുകൊണ്ട് ഇവനായിരിക്കും പ്രതി. ഇവന് 18 ജസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 19 ആയിട്ടുണ്ടാവുള്ളൂ, ഇവനായിരിക്കും പ്രതി. ഇവൻ സ്പോട്ടിൽ എന്ത് ചെയ്യുന്നു, ഉള്ളിൽ പോകുന്നു, കേസെടുത്ത് അറസ്റ്റിലാവുന്നു. ഇതാണ് അവസ്ഥ. അപ്പം ഞങ്ങളെപ്പോഴും പറയാറ്, മീൻസ് ചൈൽഡ് പ്രൊട്ടക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എപ്പോഴും പറയാറ്, വിത്ത് കൺസെൻറ്റ് 16 ആക്കണം എന്ന് പറയും.
ഈ 18 എന്നുള്ളത് വിത്ത് കൺസെപ്റ്റ് 16 16. അത് അങ്ങനെയാണ് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ, അതായത് വികസിത രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണുള്ളത്. നമ്മളുടെ ഇവിടെ എപ്പോഴും പോക്സോ നിയമത്തിൻ്റെ മേലൊരു പഠനം പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. പ്രോപ്പറായിട്ടുള്ളൊരു പഠനം, അങ്ങനെ ഒരു പഠനം നടത്തിയിട്ട് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു പഠനം നടത്തിയാൽ സ്വാഭാവികമായിട്ടും നല്ല റിസൾട്ടാണ് ഉണ്ടാവുക. 16 ആക്കണം എന്നുള്ളൊരു സാധനം വരും. ഈ കേസിൽ മാത്രം അത് കൺസിഡർ ചെയ്താൽ മതി. അതായത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലുള്ള രണ്ടാളുകളാണെങ്കിൽ വലിയ ഏജ് ഗ്യാപ്പൊന്നും ഇല്ലാത്ത, അപ്പം ഇപ്പം 35 വയസ്സുള്ള ഒരാൾ 16 വയസ്സുള്ള ഒരു കുട്ടിയെ അബ്യൂസ്, പിന്നെ എന്തിൻ്റെ പേരിലാണെങ്കിലും അത് കേസെടുക്കണം. അപ്പോൾ ഈ നിയമത്തിന് ശരിക്കും കണ്ണും മൂക്കൊക്കെ ഉണ്ട്. അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട് ഇതിൽ. അന്വേഷണ ഉദ്യോഗസ്ഥന് മനസ്സിലാക്കാം, ഇതിപ്പം അവന് 28 വയസ്സുണ്ടല്ലോ, ഇവൾക്ക് 14 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അപ്പോൾ അതെന്തായാലും പാരൻസ് അങ്ങനെ ഒരു സാധനമായിട്ട് വരുമ്പോൾ അത് കേസെടുക്കണം. നേരെ മറിച്ച് ഇവൾക്ക് 17 വയസ്സും ഇവന് 19 വയസ്സും ആണെങ്കിൽ അത് എടുക്കുന്നതിലൊരു അർത്ഥമില്ല. പോക്സോ കേസുകൾ വരുന്ന സമയത്ത് എല്ലായ്പ്പോഴും വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. ഒന്നുകിൽ അധ്യാപകരായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള അങ്കിളോ ആൻറ്റിയോ, അങ്ങനെ അതായത് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. പലപ്പോഴും അധ്യാപകരായിരിക്കും. അത് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡിസ്റ്റർബിംഗ് ഫാക്ടറാണത്. അതെ, അധ്യാപകരെടുക്കുന്ന എസ്പെഷ്യലി മദ്രസയിലൊക്കെ ഒരുപാട് നമ്മൾ അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അധ്യാപകരെ പോലെയുള്ള അത്രയും റെസ്പോൺസിബിൾ ആവേണ്ട, അത്രയും ഗൈഡ് ചെയ്യേണ്ട, അത്രയും സാർ പറഞ്ഞ പോലെ ചൈൽഡ് ഫ്രണ്ട്ലി ആവേണ്ട ആൾക്കാരുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനത്തെ ഇതുണ്ടാവുന്നത്? എപ്പോഴെങ്കിലും അവർ അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവുമോ? കുട്ടികളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? പോക്സോ കേസുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊരു നല്ലൊരു ശതമാനം, സിംഹഭാഗവും കുട്ടിയായി ഏതെങ്കിലും തരത്തിൽ അടുത്ത് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അടുത്ത് ഫാമിലിയായിട്ട് അടുത്ത ബന്ധമുള്ള, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെയുള്ള ആളുകളായിരിക്കാം. ഇതിലൊരു ഗ്രൂമിങ് പ്രോസസ്സ് ഉണ്ട്. അതല്ലാതെ ഒരു അപരിചിതൻ വന്ന് കുട്ടിയെ അബ്യൂസ് ചെയ്ത് പോകുന്ന സാഹചര്യം വളരെ കുറവാണ്. അത് വളരെ ദുർലഭമായിട്ടേ ഉള്ളൂ. അതൊരു അതൊരു പാരാഫീലിയാണ്, സെക്ഷൽ ഡീവിയേഷനാണ്. അപ്പോൾ അവർക്ക് കുട്ടികളിൽ എന്തുണ്ടാവുള്ളൂ, സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അപകടം. ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു അധ്യാപകനാണ് കുട്ടിയെ അബ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ അധ്യാപകനെക്കുറിച്ച് കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, കുട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ ചെന്ന് സ്കൂൾ അധികൃതരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ പറയും അയാൾ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യില്ല, അയാളാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്, എല്ലാ ആക്ടിവിറ്റീസും മുന്നിലിറങ്ങുന്നത് അയാളാണ്, എല്ലാവരുടെ കാര്യങ്ങളും സോൾവ് ചെയ്യാനുള്ളത് അയാളാണ്, ഡിസിപ്ലിൻ കമ്മിറ്റിയിൽ അയാളാണ് എന്നൊക്കെയാണ് പറയുക. ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളായിരിക്കും അവർക്ക്. പക്ഷേ അയാൾക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടാവും. വല്ലപ്പോഴും ഇവർ പിടിക്കപ്പെടുന്നുള്ളൂ എന്ന് മാത്രം. അതാണ് സംഭവിക്കുക. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ശ്രമകരമായിട്ടൊരു ജോലിയാണ് ഈ കൺവിൻസ് ചെയ്യുക എന്നുള്ളത്. കുട്ടി അത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും നമ്മളെ കൗൺസിലേഴ്സൊക്കെ, മലപ്പുറത്തെ കൗൺസിലേഴ്സൊക്കെ നല്ല എക്സ്പീരിയൻസും എക്സ്പോഷറും ഉള്ള ആളുകളാണ്. അപ്പോൾ അവർ നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ കേസുകളൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ. അതല്ലെങ്കിൽ വീണ്ടും എക്സ്പേർട്ട് കൗൺസിലിംഗ് വേണം എന്ന് പറഞ്ഞിട്ട് CWC ലെറ്റർ കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും കൗൺസിലേഴ്സിനെ കൊണ്ട്, പുറത്തുനിന്നുള്ളവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചിട്ടൊക്കെ കൺഫേം ചെയ്തിട്ടൊക്കെ മുന്നോട്ട് പോവുള്ളൂ. ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ വേഗം അറസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ അധ്യാപകരുടെ എണ്ണം കൂടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ അധ്യാപകർ മാത്രമല്ല, മദ്രസ അധ്യാപകരും വരുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നതല്ലേ പല ആളുകളും തുറന്നു പറയുന്നത്. ഏറ്റവും കൂടുതൽ മദ്രസ അധ്യാപകരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത്. അപ്പോൾ അധ്യാപകർ പലപ്പോഴും അധ്യാപകരുടെ ക്ലാസ്സിന് ഞങ്ങൾ പോകുന്ന സമയത്തേക്കും അധ്യാപകരുടെ കണക്ക് എങ്ങനെ കൂടുന്നു എന്ന് ചോദിക്കും. അവർക്ക് ഭയങ്കര, നിങ്ങൾ ചൈൽഡ് ലൈനുകാരാണ് ഇത് കണക്ക് കൂട്ടുന്നതൊക്കെ പറയും. അപ്പം നമുക്ക് അധ്യാപകൻ എന്നുള്ള കാറ്റഗറിയിൽ വേറെ കൊടുക്കും. മദ്രസ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ വേറെ കാറ്റഗറി ഇല്ല. അതായത് അനലൈസ് ചെയ്യുമ്പോൾ അനാലിസിസ് ഓൺലി ടീച്ചേഴ്സ്. അപ്പോൾ അവരും കൂടെ കൂടുമ്പോഴാണ് ഇത് വരുന്നത്. പക്ഷെ അവരും ഈ പറയുന്ന പോലെ തന്നെ അവർക്ക് സാധ്യതകൾ വളരെ കൂടുതലാണ്. ആ സമയത്താണ് ആരും ശ്രദ്ധിക്കാനില്ല. കുട്ടികൾക്ക് ഒരു എന്താ പറയുക, പേടിയുള്ള ഒരു വിഭാഗം കൂടിയാണ് ഇവർ. പക്ഷേ പെഡോഫൈൽസ് ആണെങ്കിൽ അവർക്ക് ഈ നിയമങ്ങളും ഇത്ര റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അതേ പറ്റൂ. പെഡോഫൈലായിട്ടുള്ള ഒരാളെ ഒരിക്കൽ പിടിക്കപ്പെട്ടാലെങ്കിലും അല്ലെങ്കിൽ ഒരു ആരോപണം വന്നാലെങ്കിലും അയാൾ ആ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് പറയുക. അത് ആരും ചെയ്യുന്നില്ല. ഒരു മദ്രസയിൽ നിന്ന് പിടിക്കപ്പെട്ടാൽ അയാൾ അടുത്ത മദ്രസയിൽ പോയി കയറുന്നു. ടീച്ചേഴ്സും അതെ, ഇതുതന്നെയാണ് അവസ്ഥ. ടീച്ചേഴ്സിനെ കുറിച്ച് അങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടായാൽ പോലും നമ്മളെടുക്കുന്ന കേസുകളിൽ പല കേസുകളിലും അങ്ങനെ ഒരു അലിഗേഷൻ മുമ്പ് വന്നിട്ടുണ്ടാവും. ഇയാൾ അങ്ങനെ ചെയ്യില്ല എന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ കുട്ടിക്ക് അത് തോന്നിയതാണെന്നൊക്കെ പറഞ്ഞ് മടക്കി വെക്കും. പിന്നീട് കുട്ടി വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നല്ലൊരു കൗൺസിലറോട് പറയുമ്പോഴാണ് ഇത് പുറത്തു വരുന്നത്. അതല്ലെങ്കിൽ ചൈൽഡ് ലൈനറോ അല്ലെങ്കിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലെ ആരെങ്കിലുമൊക്കെ ഒരു ക്ലാസ്സുകൾ കൊടുക്കും കുട്ടികൾക്ക്.
ഇത് കൊടുക്കുമ്പോൾ ഇതെനിക്ക് പറയാൻ പറ്റിയ സാധനമാണല്ലോ, എനിക്കിങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള സാധനമാണത്. ലൈഫ് ടൈം മനസ്സിൽ നിന്ന് പോകാത്തൊരു ഇൻസിഡൻ്റ് ആണത്. അപ്പോൾ അവരെപ്പോൾ വേണമെങ്കിലും അത് പറയും. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ അധ്യാപകൻ ഉണ്ടല്ലോ, അധ്യാപകൻ പെട്ടു. മാൻഡേറ്ററി റിപ്പോർട്ടിങ് അയാൾ പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും കുട്ടി ഇത് പറയുമ്പോൾ കുട്ടീനോട് കൗൺസിലർ ചോദിക്കും, മോൾ ഇത് ആരോടെങ്കിലും മുമ്പ് പറഞ്ഞിരുന്നോ? ഞാൻ എന്നെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ടീച്ചറോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ ടീച്ചർ മാൻഡേറ്ററി റിപ്പോർട്ടിങ് ചെയ്യാത്തതിൻ്റെ പേരിൽ പോക്സോ ട്രയൽ നേരിടണം. അങ്ങനെ നേരിടുന്ന ഇഷ്ടം പോലെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ടീച്ചേഴ്സും തന്നെ പോക്സോ നിയമത്തെക്കുറിച്ച് ട്രെയിനിങ് എടുക്കില്ല. പ്രധാന അധ്യാപകർ എന്താ പറയുകയെന്നറിയോ, പോക്സോ ട്രെയിനിങ് കൊടുക്കണ്ടേന്ന് ചോദിച്ചിട്ട് നമ്മൾ പലപ്പോഴും അവിടെ നിന്ന് വിളിക്കും. അപ്പോൾ അവർ പറയും പോക്സോ ഒന്നും ഇവിടെ പഠിപ്പിക്കണ്ട. പോക്സോ കേട്ട് കഴിഞ്ഞാൽ അവർ പേടിച്ചിട്ട് അവർ കുട്ടികളെ വെറുതെ ക്ലാസ് മാത്രം എടുത്തു പോകും, വേറെ ഒന്നിലും ഇടപെടാതെ അവർ പോകുന്നു. എന്തൊരു അപകടമാണെന്ന് ആലോചിച്ച് നോക്കൂ. തീർച്ചയായിട്ടും അതെ. ഇത് അതാണ് അറിയാതെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഇന്ന് പോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ചൈൽഡ് ലൈനിൽ വർക്ക് ചെയ്യണ ഒരു സാറിൻ്റെ അടുത്താണെന്ന് പറഞ്ഞപ്പോൾ മോൻ എന്നോട് പറഞ്ഞു, യെസ് ദർ ആർ ചൈൽഡ് ലൈൻ നമ്പേഴ്സ്, നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ച് പറയാൻ പറ്റുന്ന നമ്പർ ഉണ്ട്. ആൻഡ് ദേ കെൻ സീ അവരുടെ ബുക്കിന് മുകളിലൊക്കെ നമ്പർ ഉണ്ട്. അതായത് ഒരു ബേസിക് ഐഡിയ കുട്ടികൾക്കുണ്ട്. അപ്പോൾ എത്രത്തോളം അതിനെക്കുറിച്ച് നമ്മൾ പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ അവെയർ ആയിട്ടിരിക്കണം എന്നുള്ളത്, അതിനെ ഇങ്ങനെ നമ്മളത് ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പഠിപ്പിക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാതിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് പ്യുവറായിട്ടും എന്താ പറയുക വളരെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പാരൻസ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും, പല ആൾക്കാർക്കും ചിലപ്പോൾ എന്തെങ്കിലും പറയണം എന്നോ റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ പാരൻസിൽ ഒരു പാരൻറ്റ് ചിലപ്പോൾ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, മറ്റേ പാരൻറ്റിന് അത് റിപ്പോർട്ട് ചെയ്യണം എന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയോ അനിയനോ ഇങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് കൂടെ കടന്നു പോകുന്നുണ്ട്, എനിക്കിത് റിപ്പോർട്ട്, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്കിത് എവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നറിയില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്? ഇഫ് ഐ എം ഗോയിങ് ത്രൂ സംതിങ് ലൈക്ക് ആൻ അബ്യൂസ്, അത് ഫിസിക്കലി ആയിക്കോട്ടെ സെക്ഷുവലി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഞാനൊരു കുട്ടിയാണെങ്കിൽ ഞാൻ എടുക്കേണ്ട സ്റ്റെപ്പ് എന്താണ്? ഞാനൊരു പാരൻ്റ് ആണെങ്കിൽ ഞാൻ എടുക്കേണ്ട സ്റ്റെപ്പ് എന്താണ്? ഞാനൊരു ഗാർഡിയൻ ആണെങ്കിൽ ഞാൻ എടുക്കേണ്ട സ്റ്റെപ്പ് എന്താണ്? കുട്ടിയാണെങ്കിലും പാരൻ്റ് ആണെങ്കിലും ഗാർഡിയൻ ആണെങ്കിലും ആരാണെങ്കിലും 1098 എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്, ചൈൽഡ് ലൈൻ്റെ നമ്പറാണ്. എക്സ്ട്രീം കോൺഫിഡൻഷ്യലാണ്. നിങ്ങൾക്ക് എന്തും വിളിച്ച് പറയാം. നിങ്ങൾക്ക് സംശയമുണ്ട്, അത് നോക്കണം, നിങ്ങൾക്ക് വിളിച്ച് പറയാം. എനിക്ക് ഇൻസിഡൻ്റ് ഉണ്ട്, എനിക്ക് അത് വിളിച്ച് പറയാം. വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ ചൈൽഡ് ലൈനിൽ നിന്ന് വന്നിട്ട് എന്താ പറയുക, കോൺഫിഡൻഷ്യലായിട്ട് വന്ന കാര്യങ്ങൾ കണ്ട് സംസാരിച്ച് അത് ക്ലാരിറ്റി വരുത്തിയിട്ടാണ് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ഈവൻ എ സിംഗിൾ കോൾ പോലും ഞങ്ങൾ മിസ്സാക്കില്ല. എല്ലാ കേസും പോയിട്ട് എടുക്കും. അതിൽ പോക്സോ ഉണ്ടെങ്കിൽ അത് പോക്സോ ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യും. അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങൾ ഫോളോ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്പറായിരുന്നു മലപ്പുറത്തുണ്ടായിരുന്നത്. അതെ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ പൊതുവെ ഒരു അബ്യൂസ് കേസ് അല്ലെങ്കിൽ ഒരു ഫോർ സേ ലൈക്ക് ഒരു സെക്ഷൽ അബ്യൂസ് കേസ് തന്നെ വരുമ്പോൾ അപ്പോൾ അതൊരു ന്യൂസ് ആവാറുണ്ട്, അതിനെക്കുറിച്ച് നമ്മളെല്ലാവരും സംസാരിക്കാറുണ്ട്. ഇവർ നമ്മൾ എവിടെ എന്ത് സംഭവിച്ചു എന്നൊക്കെ നമ്മളൊരു 4 ദിവസം നമ്മളിതിനെക്കുറിച്ച് നമ്മളെ വീടുകളിലിരുന്നും മീഡിയാസ് അവിടെ ഇരുന്നൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ഇത് കഴിഞ്ഞ് ഈ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അതായത് എനിക്കിപ്പോൾ ഒരു സെക്ഷൽ അബ്യൂസ് എൻ്റെ വീട്ടിൽ നിന്ന് നേരിട്ടു, ഞാനൊരു കുട്ടിയാണെന്ന് വയ്ക്കൂ, ഒരു പോക്സോ കേസാണെന്ന് തന്നെ വയ്ക്കൂ. അങ്ങനെയാണെങ്കിൽ എന്നെ പിന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എന്നെ എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്? പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ? അതോ 4 ദിവസം കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഇത് മറക്കും, മീഡിയ അവരുടെ ചർച്ച അവസാനിപ്പിക്കും, അടുത്ത കേസിലേക്ക് പോവും. അവർക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നൊരു പക്ഷേ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് സാറിനെ പോലെ ഈ ചൈൽഡ് ലൈനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും. അപ്പോൾ എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. കാരണം വീടുകളിൽ നിന്ന് അബ്യൂസ് ആവുന്ന കേസുകൾ വളരെ കൂടുതലാണ്. അൺനോൺ ഈസ് ഓഷ്യാൻ എന്ന് പറയും നമ്മൾ. അതായത് വീടുകളിൽ നിന്നാണെന്നുള്ളത് അമ്മയോ അല്ലെങ്കിൽ കുട്ടിയുടെ അടുത്ത ആരോ മനസ്സിലാക്കുമ്പോൾ അന്ന് മുതൽ ആ കുട്ടിനെ എന്താ പറയുക സൈലൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് പുറത്തേക്ക് വരുന്നില്ല. അത് തന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഉണ്ടായതോ ട്രോമ, പിന്നെ ഈ സൈലൻസ് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ ട്രോമ. ഇനി എങ്ങാനും കുട്ടി സ്കൂളിലോ കൗൺസിലേഴ്സോ ടീച്ചേഴ്സിൻ്റെ അടുത്തോ പറഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആദ്യം പോകുന്നത് ആ കുട്ടിയെ കാണാനായിട്ട് സ്കൂളിലേക്കാണ്. സ്കൂളിൽ പോയിട്ട് കുട്ടിയെ കൗൺസിലിംഗ് നടത്തുന്നു. കുട്ടി അത് ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ പറയുന്നെങ്കിൽ നമുക്കത് കൺഫേം ആയിക്കഴിഞ്ഞാൽ, മീൻസ് വിശ്വസനീയമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ആ സ്കൂളിൽ നിന്ന് തന്നെ കുട്ടീനെ എടുത്തിട്ട് നമ്മൾ CWCന് മുമ്പിൽ ഹാജരാക്കും. CWC തീരുമാനിക്കും ഈ കുട്ടിയെ എവിടെ നിർത്തണമെന്ന്.
CWCക്ക് വേണമെങ്കിൽ കുട്ടിയുടെ പാരൻസിൽ പിന്നെ ആരെങ്കിലും കെയർ ചെയ്യാൻ കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ ഈ കേസിന് പ്രതിയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളാണെങ്കിൽ അവരെ കൂടെ വിടാം. പക്ഷേ ഈ കുട്ടിയെ നേരെ ഹോമിലേക്ക് മാറ്റും, ഗവൺമെൻറ് ഹോമിലേക്ക്, ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റും. എന്നിട്ട് കുട്ടിയെ കംഫർട്ടാക്കിയിട്ട് ഈ കേസിന് വേണ്ട കാര്യങ്ങളൊക്കെ പോലീസ് മൊഴിയെടുക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം കുട്ടിക്ക് അബ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് കിട്ടേണ്ട കുറേ അറ്റൻഷനുകളുണ്ട്. മീൻസ് ഏറ്റവും സെക്ഷൽ അബ്യൂസാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കണം. ഒന്ന്. രണ്ടാമത് ട്രോമ, മെൻ്റൽ ട്രോമ ഉണ്ടാവും, അതിൽ നിന്ന് റിലീസ് ആവണം കുട്ടിയെ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഫാമിലിയിൽ നിന്നും കൂടെയാണ് ഒന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ. അപ്പോൾ അവിടെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഫഷണൽസ് വേണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സിസ്റ്റം അവനെ മാറ്റും. അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ അത് മാറ്റും. മാറ്റിയിട്ട് ബാക്കി ഫോളോ കാര്യങ്ങളുമായിട്ട് പോകും. പറയുന്ന പോലെ വൾണറബിൾ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് കുട്ടിയായിരിക്കും മിക്കവാറും ഉണ്ടാവുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടിയെ ആ സിറ്റുവേഷനിലേക്ക് തിരിച്ചു വിടില്ല, അവിടെ തന്നെ ഉണ്ടാവുക. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ അറസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടിയുടെ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് നടത്തണം ചൈൽഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം. നടത്തിയിട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ തിരിച്ചു വിടണോ, കുട്ടിയെ ഹോമിൽ തന്നെ നിർത്തണോ, കണ്ടിന്യൂ ചെയ്യണോ, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത് CWC ആണ്. അതിൻ്റെ CWCക്ക് പൂർണ്ണ പിന്നെ സ്വാതന്ത്ര്യമുണ്ട് അതിൻ്റെ തീരുമാനം എടുക്കാൻ. അൺഫോർച്ചുനേറ്റ്ലി എല്ലാ കുട്ടികളെയും തിരിച്ചു വിടുന്ന ഒരവസ്ഥയാണുള്ളത്. തിരിച്ചു വിടുമ്പോൾ കുട്ടി റീവിക്ടിമൈസേഷൻ സംഭവിക്കാൻ, വീണ്ടും നമ്പർ ഓഫ് പേഴ്സൺ അബ്യൂസ് ചെയ്ത് തിരിച്ചു വന്ന കുട്ടികളുണ്ട്, രണ്ടാമതും മൂന്നാമതും വന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തൊരു കഷ്ടമാണ്. ഒരിക്കൽ കുട്ടിക്ക് അപകടം പറ്റിയാൽ അത് ഗവൺമെൻറ്റുമായിട്ട് അല്ലെങ്കിൽ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്താൽ പിന്നീട് ആ കുട്ടിക്ക് അതേ അപകടം വീണ്ടും സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പിന്നെ വിരോധാഭാസമാണ്, അല്ലെങ്കിൽ എന്തൊരു അവസ്ഥയാണ്. അങ്ങനെ ഇഷ്ടം പോലെ കേസുകൾ, 1-2 കേസുകളല്ല, ഞങ്ങൾക്ക് ഗൂഗിളിൽ തിരഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പം JJ ആക്ടിലൊരു സാധനം പറയുന്നത് ഡി ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. ഒരിക്കലും കുട്ടികളെ ഡംപ് ചെയ്യരുത് ഹോമിൽ എന്നുള്ള ഒരു സാധനമാണ്. ഡംപ് ചെയ്യരുത്, ഹോമിലിട്ട് വളർത്തരുത്, അവർക്ക് സോഷ്യലൈസേഷൻ വേണം എന്നുള്ള. പണ്ട് നമ്മൾ ഓർഫനേജിൽ കൊണ്ടാക്കുമല്ലോ കുട്ടികളെ, അവർക്ക് സോഷ്യലൈസേഷൻ സംഭവിക്കില്ല, ഫാമിലിയിൽ നിന്ന് വളരണമെന്നാണ്. ഫാമിലിയിൽ നിന്ന് വളർന്നോട്ടെ, പക്ഷെ അതിന് പ്രോപ്പറായിട്ടുള്ള മെൻറ്റർഷിപ്പും അല്ലെങ്കിൽ അതിനെ കെയർ ചെയ്യുന്ന ആളുകൾ വേണം. അങ്ങനെ ഒരു ടീം ഉണ്ടാക്കണം. അതല്ലെങ്കിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം അതിൻ്റെ ഫോളോ ചെയ്യണം. അതില്ല, അപ്പോൾ റീവിക്ടിമൈസേഷൻ സംഭവിക്കുന്നു. അപ്പോൾ നിയമത്തിൻ്റെ രീതിയിൽ മാത്രം നടപ്പാക്കി കഴിഞ്ഞാൽ ഇത്തരമുള്ള അപകടങ്ങൾ സംഭവിക്കും. അതല്ല വേണ്ടത്. ഹാൻഡിൽ ചെയ്യുന്ന കുട്ടികളെയാണ്, വരുന്ന തലമുറേനെയാണ്, ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതും കൂടെ നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം ഡീൽ ചെയ്യാനായിട്ട്. പിന്നെ കൺവിക്ഷൻ റേറ്റും കുറവാണ്. കാരണം അതെന്താണ് കാരണം? പോക്സോ കോടതിയിലൊക്കെ കേസുകളായിട്ടൊക്കെ മുന്നോട്ട് പോകും. അവസാനം വരുമ്പോൾ ഇനി ഇയാൾക്ക് ഇത്രയും കാലമൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ ചിലപ്പം കുട്ടി തന്നെ മനസ്സ് മാറ്റിയിട്ട് ഇത് മാറാം. അതല്ലെങ്കിൽ പ്രതിയുടെ ആളുകൾ നല്ല എമൗണ്ടുകൾ കൊടുത്തിട്ട് സെറ്റിൽ ചെയ്യുന്നുണ്ടാവാം. കോടതിക്ക് പുറത്ത് സെറ്റിൽമെൻറ്റ്സ്, സെറ്റിൽമെൻറ്റ്, ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ്. ഇതിൽ കുട്ടി മാറ്റി പറയാന്നുള്ള ഒരു സാധനം അല്ലാതെ വേറെ ഒരു ലൂപ്പ് ഹോളും ഇല്ല. അപ്പോൾ കുട്ടിയെ മാറ്റി പറയിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യും. പോക്സോ കോടതികളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ഫ്രണ്ട്ലി ട്രയലും അല്ലെങ്കിൽ ചൈൽഡ് ഫ്രണ്ട്ലി കോടതിയൊക്കെ വേണം എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും പാലിക്കപ്പെടുന്നില്ല പ്രോപ്പറായിട്ടൊന്നും. എല്ലാ കേസിലും വിറ്റ്നസ്സായി പോകുന്ന ആളാണ് ഞാൻ പോകുമ്പോൾ ഉണ്ടാവും കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടാവും, പബ്ലിക് പ്രോസിക്യൂട്ടർ റൂമിൽ കുട്ടി ഇരിക്കുന്നുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അവിടെ വരുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ റൂമിൽ വരുന്ന ആർക്കും അത് കാണാം. ചില കോടതിയിലൊക്കെ പ്രത്യേക റൂമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അങ്ങോട്ട് കയറി വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴൊക്കെ ഈ കുട്ടി ഇതാണ് കുട്ടി എന്നുള്ളത് മനസ്സിലാവും. ഒരു കാരണവശാലും കാണാൻ പാടില്ല എന്നുള്ളതാണ്. കാണാൻ പാടില്ല എന്നുള്ളതാണ് നിയമം പറയുന്നത്. അത് അങ്ങനെ തന്നെ കർശനമായിട്ടുണ്ട് താനും. പക്ഷെ അതൊന്നും നടപ്പിലാവുന്നില്ല എന്ന് മാത്രം. പിന്നെ കുട്ടിയെ അവിടെ കംഫർട്ടാക്കാൻ വേറൊരാളില്ല, ഒരു കൗൺസിലർ കോടതിയിലില്ല. കൗൺസിലർ വേണം. ഇത്രയും ട്രോമയിലൂടെ വന്ന കുട്ടിയല്ലേ, ആ കുട്ടി അവിടെ വരുന്ന സമയത്ത് ആ കുട്ടിക്ക് കംഫർട്ടാക്കാൻ ഒരു കൗൺസിലറോ സോഷ്യൽ വർക്കറോ അവിടെ വേണം. അതില്ല, അതും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ കോടതികൾ സെറ്റാക്കാനും അവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥർക്ക് സാലറി കൊടുക്കാനും എത്ര എമൗണ്ടുകളാണ് ചിലവാക്കുന്നത്. പ്രയോറിറ്റി കുട്ടിയാണെന്നുള്ളൊരു ബോധമാണ് വേണ്ടത്, ഒരു തിരിച്ചറിവാണ് ഈ മേഖലയിലുള്ള എല്ലാവർക്കും വേണ്ടത്. അത് കൊണ്ടുവരണമെങ്കിൽ അതുമായി എന്തുകൊണ്ട് കൺവിക്ഷൻ റേറ്റ് കുറയുന്നു? ഈ കോടതിയിൽ പോയി ഇരിക്കാനുള്ള മടി കൊണ്ട് കുട്ടി എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കുട്ടിയും കുട്ടിയുടെ പാരൻസും തീരുമാനിക്കും ഇതിന് മുന്നോട്ട് കൊണ്ടുപോകണ്ട, തീരുമാനിക്കും. പിന്നെ ഒരുപാട് വരുന്നതാണ്. ഇപ്പം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും അതിലെല്ലാം റൊമാൻറ്റിക്കലിയും സെക്ഷുവലി ഒക്കെ ഇൻവോൾവ് ആവുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, കുട്ടികളാണ്. കുട്ടികളുടെ എല്ലാവരുടെ കയ്യിലും ഫോൺസ് ഉണ്ട്, അവർ ഫോട്ടോസ് എടുക്കാറുണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഒരു സമയത്ത് ഇത്തരം ഫോട്ടോ
വെച്ച് വിലപേശുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ വളരെ നോർമലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മുടെ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് ഇപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ വളരെ വീക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇത് ഞാൻ ഇപ്പം പോൺ സൈറ്റിൽ കൊടുക്കും അല്ലെങ്കിൽ ഇത് ഞാൻ നിൻ്റെ പാരൻസിന് അയച്ചു കൊടുക്കും എന്ന് പറയുമ്പോഴേക്കും പേടിച്ചു പോകും. റീസെൻ്റ് ആയിട്ട് ഒരു സെലിബ്രിറ്റിയുടെ ഒരു സാധനം വരുന്നുണ്ടല്ലോ അത്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത്? അതായത് നമുക്കിപ്പോൾ ഇരുന്ന് പറയാൻ പറ്റും, അത് പേടിക്കാതെ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സാധനം അങ്ങനെ റിലീസ് ചെയ്യാൻ വേറൊരാൾക്കും അധികാരം. പക്ഷെ എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? അതൊരു കുട്ടിയാണെങ്കിൽ ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ ഭയങ്കര കൂളായിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ 1098 വിളിച്ചു പറഞ്ഞാൽ മതി. അവരെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് വേറെ കാര്യം. അല്ലേ ഇങ്ങനെ ഒരു ഭീഷണിയുണ്ട്, വേണ്ട പോലീസിൽ വിളിച്ചു പറഞ്ഞാൽ മതി. പോലീസ് അത് കേട്ട ഉടനെ ഇതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കും. FIR വേണമെങ്കിൽ FIR ഇടും. ഈ സാധനങ്ങൾ അവൻ്റെ കയ്യിൽ നിന്ന് ഇതെടുക്കുക. ഇവനും കുട്ടിയാണെങ്കിൽ പിന്നെ അതിൻ്റേതായ രീതിയിലായിരിക്കും ഡീൽ ചെയ്യുക. ഇവൻ മുതിർന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പോക്സോ പോലുള്ള IT ആക്ട് പോലുള്ള നിയമങ്ങളൊക്കെ എടുത്തിട്ട് അത് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. അത് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും, അവനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. അതും ആസ് ഏർലി ആസ് പോസിബിൾ അവർ ചെയ്യും. ഇത് കാണുന്നവരോടും കൂടെ ഞാൻ പറയുന്നതാണ്. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു പേഴ്സണൽ ചാറ്റ് റിലീസ് ചെയ്യും എന്ന് പറഞ്ഞു, ഇൻസ്റ്റഗ്രാമിലിടും എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പാരൻസിന് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. ഇതൊന്നും പേടിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലുണ്ടാകുമ്പോൾ നമ്മുടെ കൺസെൻറ്റോട് കൂടി നമ്മൾ ആ റിലേഷൻഷിപ്പിൽ ചെയ്യുന്ന എന്ത് കാര്യവും പുറത്തുവിടാൻ രണ്ടുപേരുടെയും കൺസെൻ്റ് ഇല്ലാതെ ഒരാൾക്കും അവകാശമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികളാണെങ്കിലും അതല്ല നിങ്ങൾ മുതിർന്ന ആൾക്കാരാണെങ്കിലും ഇത് പേടിക്കേണ്ട ഒരു കാര്യമേ അല്ല. ഇത് റിപ്പോർട്ട് ചെയ്താൽ തീർക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാലം 15 വർഷത്തോളം കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് വളരെ ഹെൽപ്ലെസ് ആയിട്ട് തോന്നിയ ഏതെങ്കിലും മൊമെൻറ്റ്സ് ഉണ്ടോ? ഏതെങ്കിലും ഒരു കേസിൽ ഇൻവോൾവ് ചെയ്തിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, വളരെ വളരെ ബുദ്ധിമുട്ട് തോന്നിയ ഏതെങ്കിലും കേസുകളുണ്ടോ ഇൻവോൾവ് ചെയ്തതിൽ? ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നിയ കേസുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ധാരാളം കേസുകളുണ്ട്. ധാരാളം കേസുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അബ്യൂസ് ആയിട്ടുള്ള കുട്ടികൾ വരും. ഈ കുട്ടികൾ നമ്മൾ CWCയിൽ പ്രൊഡ്യൂസ് ചെയ്യും. CWC സ്വാഭാവികമായിട്ടും നമ്മളെ റിപ്പോർട്ടിൻ്റെ പ്രകാരം ഹോമിലേക്ക് പ്ലേസ് ചെയ്യും. സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ പ്ലേസ് ചെയ്യുന്നത് അന്ന് നിർഭയ ഹോം എന്ന് പറഞ്ഞ ഹോമിലായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഹോമാണ്. ആ ഹോമിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യും. ആ ഹോമിൽ കുട്ടി പോയി കഴിഞ്ഞാൽ അവിടെ റീവിക്ടിമൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് നടക്കുന്നത്. റീവിക്ടിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു കെയർ കിട്ടുന്നില്ല. അങ്ങേയറ്റത്തെ സിറ്റുവേഷനിൽ നിന്നാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അതെ. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലും അവിടെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാൻ ആളുകളില്ല എന്നുള്ളത്. നല്ല സ്റ്റാഫുകളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ കൊണ്ടാക്കുന്ന കുട്ടികൾക്ക് ആനുപാതികമായിട്ടുള്ള സ്റ്റാഫുകളൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ എണ്ണം കൂടുന്തോറും നമ്മൾ മറ്റുള്ള മേഖലയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആനുപാതികമായിട്ടുള്ള സ്റ്റാഫിനെ വെക്കും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, താൽക്കാലിക ടെമ്പററി സ്റ്റാഫിനെങ്കിലും വെക്കും. ഇവിടെ അതും ചെയ്യൂല. ഇവിടെ വേണ്ടത് നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരുടെ അഭിപ്രായം അങ്ങനെ തന്നെ ആയിരിക്കാം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നമ്പർ 1 എന്ന് പറയുമ്പോഴും ആ ഏരിയ ഒന്നും ഇപ്പോഴും ഒരാളും തിരിഞ്ഞു നോക്കാത്ത ഏരിയകളാണ്. അതിൻ്റെ കാരണം ഇതാണ്, ആപ്റ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും ഇല്ലാത്ത ആളുകളെ വെക്കുകയാണ്, അല്ലെങ്കിൽ ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളെ തലപ്പത്ത് വെക്കുകയാണ്. CWCയിൽ ചൈൽഡ് റൈറ്റ് കമ്മീഷനിലൊക്കെ വെക്കുകയാണ്. ഇതിൽ 10 വർഷമെങ്കിലും മിനിമം എക്സ്പീരിയൻസ്, അതായത് ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്ത ആളുകൾ വേണമെന്നുള്ളതാണ്. അതും വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ആളുകൾ വേണമെന്നുള്ളതാണ്. CWCയിൽ മൾട്ടി ഡിസിപ്ലിനറി ടീം വേണമെന്നാണ് പറയുക. അതായത് ഒരാൾ എഡ്യൂക്കേഷൻ മേഖലയിൽ നിന്നാണെങ്കിൽ ഒരാൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ, ഇപ്പം ചൈൽഡ് ലൈൻ പോലുള്ള ഇതിൽ ഫീൽഡ് ലെവലിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾ, ഒരു സൈക്കോളജി ബേസ് ചെയ്ത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ലോ പഠിച്ച ആൾ, നിയമപരമായിട്ട് കുട്ടിക്ക് എന്ത് ആവശ്യങ്ങൾ വേണമെങ്കിലും അത് ആ ഡയമെൻഷനിൽ പ്രശ്നങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരു അബ്യൂസ് ഉണ്ടായ കുട്ടി അല്ലെങ്കിൽ ഒരു അതിക്രമം ഉണ്ടായ കുട്ടീനെ നമ്മൾ കൊണ്ടു ചെല്ലുമ്പോൾ ഇവർ 5 പേരാണ് ഉണ്ടാവുക. ഇവർ 5 പേരും നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടിന് അടിസ്ഥാനത്തിൽ ഈ കുട്ടീൻ്റെ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വരുത്തും. വേറെ ടീം പോയിട്ട് പഠിക്കും, ഫാമിലി ചുറ്റുപാടും ഈ ഫാമിലിനെ കുറിച്ചൊക്കെ പഠിക്കും. എന്നിട്ട് ആ റിപ്പോർട്ട് അവിടെ എത്തും. ആ റിപ്പോർട്ട് ഇവർ ഡിസ്കസ് ചെയ്തിട്ട് ഈ കുട്ടീനെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കും. അങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്, അങ്ങനെ തീരുമാനിക്കാവൂ. പക്ഷേ ഇവർ അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ 3 വക്കീലായിരിക്കും. മനസ്സിലായി. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മേഖലയിൽ CWCയിലോ അല്ലെങ്കിൽ കമ്മീഷനിലൊക്കെ കയറും ഇവർ. എന്നിട്ട് ഇവർ വർക്ക് ചെയ്യുന്നത്
പുറത്തിറങ്ങിയിട്ട് ഇത് കഴിഞ്ഞ ടേം കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? പ്രതികൾക്ക് വേണ്ടിയിട്ട്, പോക്സോ പ്രതികൾക്ക് വേണ്ടിയിട്ട്, പോക്സോ പ്രതികൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ വാദിക്കുന്ന ആളായിട്ട്. പാലക്കാട് കേസിൽ നിങ്ങൾക്ക് അറിയില്ലേ, സിർബിസി ചെയർമാനായിരുന്നു അവിടെ. മലപ്പുറത്ത് ഇഷ്ടം പോലെ ഉണ്ട്. മലപ്പുറത്ത് പോക്സോ ലോബി ഉണ്ടെന്നാണ് ഞങ്ങൾ പറയാം. പോക്സോ ലോബി ഉണ്ടെന്നാണ് പറയാം. പോക്സോ ലോബി ഈ ഇത്തരത്തിൽ പിന്നെ വർക്ക് ചെയ്യുന്ന പലരും ഉണ്ട്. എല്ലാവരും ഞാൻ പറയില്ല, പലരും. അൺഫോർച്ചുനേറ്റ് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ 100 കേസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ പിന്നെ അതിലൊരു 90 കേസിലും ഞാൻ വിറ്റ്നസ്സായിട്ട് പോകും. അന്നത്തെ കേസ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. വിറ്റ്നസ്സായിട്ട് പോയിട്ട് കോടതിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാവും അപ്പുറത്ത് പ്രതിക്ക് വേണ്ടിയിട്ട് ഈ പ്രമുഖ വ്യക്തി ഇങ്ങനെ നിൽക്കുക. എന്തായിരിക്കും അവസ്ഥ? ചിലപ്പോൾ അയാളുടെ കാലത്ത് അയാൾ ഡീൽ ചെയ്ത കേസ് തന്നെ ആയിരിക്കും ഇതിലെ കുട്ടി. നിങ്ങൾ ഇപ്പോൾ ഒരു കുട്ടീനെ ഹോമിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അവരുമായിട്ടുള്ളൊരു കണക്ഷൻ എങ്ങനെയാണ്? നിങ്ങൾക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ? അല്ലെങ്കിൽ അവരുടെ മെൻ്റലി അവരുടെ ട്രോമ ഹീൽ ചെയ്യാനുള്ള എന്തെങ്കിലും പ്രോസസ്സിലേക്കൊക്കെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പിന്നീട് റിപ്പോർട്ട് തരേണ്ടതായിട്ടുണ്ടോ? നിങ്ങൾ റിപ്പോർട്ട് ആവശ്യപ്പെടാറോ അല്ലെങ്കിൽ അവർ പിന്നീട് മീറ്റ് ചെയ്യാറോ ഒക്കെ ഉണ്ടോ? ഇല്ല. ആസ് എ ചൈൽഡ് ലൈൻ നമുക്ക് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യുക, ആ ഇഷ്യൂ എന്താണെന്ന് പോയി ഐഡൻറ്റിഫൈ ചെയ്യുക, കുട്ടി പ്രശ്നത്തിലാണെങ്കിൽ കുട്ടിയെ എടുത്ത് കൊണ്ടുവരിക, കുട്ടി CWCയിൽ ഹാജരാക്കുക, റിപ്പോർട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി ഹോമിൽ പോയി. പിന്നെ നമ്മൾ വേറൊരു കുട്ടിയെയും കൊണ്ട് ഹോമിൽ പോകുമ്പോൾ അവരെ കാണും, ഇവരോട് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും, അവരോട് സംസാരിക്കും, ഓരോ പ്രശ്നങ്ങൾ പറയും സമയം ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ നമ്മൾ ആ ഹോമിന് വേണ്ടിയിട്ട് നമ്മളായിട്ട് ചില പ്രോഗ്രാമുകൾ, ടൂറുകളൊക്കെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അവർ നമ്മളോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. നമുക്ക് അവിടുത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ പോകുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും വീട്ടിലേക്ക് വിടാൻ പറ്റാത്തതാണെന്ന് നമ്മളെ കണ്ടെത്തലുകൾ ഉണ്ടാവും. ആ കുട്ടിയെ CWC വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ കുട്ടിയെ വിട്ടാൽ നമുക്കറിയാം അതിന് റീവിക്ടിമൈസേഷൻ അവിടെ സംഭവിക്കുന്നുള്ളത്. അതവിടെ ഉണ്ടാവും ചെയ്യും. അതല്ലെങ്കിൽ ആ പ്രോപ്പറായിട്ട് അതിനെ കെയർ ചെയ്യാൻ പറ്റിയ ആളുകൾ ആ വീട്ടിലുണ്ടാവില്ല. അതല്ലെങ്കിൽ ആ കുടുംബത്തിൽ ആരെങ്കിലും അതിന് വില്ലിങ് ആയിട്ട് വരണം. പല കേസുകളിലും നിർബന്ധിച്ച് ചില ബന്ധുക്കളെ കൂടെ അവർ പറഞ്ഞേക്കും, ഹോമിൽ ആൾ ഫുള്ളാണെന്നൊക്കെ പറഞ്ഞിട്ട്. തിരിച്ച് വീട്ടിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഒരു മോണിറ്ററിങ് ഉണ്ടോ അവിടെ? എന്താ മോണിറ്ററിങ് കുറവാണ്. മോണിറ്ററിങ് കുറവായതുകൊണ്ടുള്ള വീണ്ടും റീവിക്ടിമൈസേഷൻ, വീണ്ടും അബ്യൂസായിട്ട് തന്നെ കുട്ടികൾ വരുന്നുണ്ട്. മലപ്പുറത്തുണ്ട്. പത്രങ്ങൾ എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്താ? ഈ കുട്ടിയെ തിരിച്ചു വിട്ട് ആത്മഹത്യ ചെയ്ത എത്ര കുട്ടികളുണ്ട്? കണക്കെടുത്ത് നോക്ക്. അപ്പോൾ ഒരിക്കൽ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത കുട്ടിക്കാണ് ഇത് സംഭവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നം, ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സിസ്റ്റത്തിൻ്റെ സെക്രട്ടറിയായി വർക്ക് ചെയ്തിരുന്ന ബിജു സാർ ഇന്നലെ ഇൻ്റർവ്യൂ എടുത്താണ്ടോ. അയാൾ പോസ്റ്റിൽ നിന്ന് ഇറങ്ങി, ഇപ്പം റിട്ടയർഡ് ആയിട്ടുണ്ട് ആൾ. ഇന്നലെ നേരെ ചൊവ്വയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അന്നത്തെ സിസ്റ്റത്തിൻ്റെ അഡോപ്ഷൻ്റെ ക്രമക്കേടുകളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഉള്ളിലിരിക്കുമ്പോൾ അതൊക്കെ അറിയാം. ഉള്ളിലിരിക്കുമ്പോൾ അത് വിളിച്ചു പറയാൻ പറ്റില്ല. സിസ്റ്റം നമ്മൾ അത്രയും റെസ്ട്രിക്റ്റ് ചെയ്ത്. അതെ അതെ അതെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിനുള്ളിലൊക്കെ കറപ്ഷനാണ്. ഇതൊന്നും പുറത്തുനിന്ന് ആരും പഠിക്കുന്നില്ല. പുറത്തുനിന്നല്ല, ഈ സർക്കാർ ഒന്ന് ഒരു പഠിക്കാനായിട്ടൊരു ടീമിനെ വെച്ചാൽ മതി. അന്ന് ഷെഫീഖ് കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയതുപോലെ പോക്സോക്ക് വേണം. ഈ അതിക്രമത്തിൽ ഇരയാവുന്ന കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് പഠിക്കണം. എന്തുകൊണ്ട് കൺവിക്ഷൻ റേറ്റ് കുറയുന്നു പഠിക്കണം. കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുന്നത് കുറയാം. പോക്സോ കേസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മാസം ഇത്ര കേസുകൾ വെച്ചുണ്ടാവും. അത്രയും കേസുകളുണ്ട്. അത്രയും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് പോക്സോ കേസായിട്ട് വരുന്നു. ഇതിനൊന്നും കൺവിക്ഷൻ ഇല്ല. എന്തുകൊണ്ട് കൺവിക്ഷൻ ഇല്ല? എന്തുകൊണ്ടാണ് കുട്ടികൾ മാറ്റി പറയുന്നത്? ഇതൊക്കെ പഠനവിധേയമാക്കണം. അതെ അതെ അതെ, റിസർച്ച് വേണം. അപ്പോൾ ആ റിസർച്ച് നടക്കുന്നില്ല. ഇത്രയും അഡ്വാൻസ്ഡ് സൊസൈറ്റിയിലാണ് നമ്മളുള്ളത്. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പിന്നെ ആളുകളുള്ള സ്ഥലമാണ് കേരളം. ഇവിടെ അത് നടക്കുന്നില്ല. വേറൊന്ന്, ഒരു കുട്ടി ഒരു ഇൻസിഡൻറ്റിന് ഇരയായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. കുട്ടിയുടെ പഠന ചെലവും കുട്ടിക്ക് എന്തൊക്കെ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഇത്ര എമൗണ്ട് കൊടുത്തോളണം എന്നാണ്. അത് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ആളുകളില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. എന്നെങ്കിലും കിട്ടും. ഇപ്പോൾ 2014 പിന്നെ അമ്മ പ്രതിയായിട്ടുള്ള കേസ്. അമ്മ സെക്സ് വർക്കറാണ്. അമ്മയുടെ കൂടെയുള്ള 3-4 കുട്ടികളെന്തോ ഉണ്ടായിരുന്നു. അന്നത്തെ കുട്ടിക്ക് ഇപ്പോഴാണ്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ കുട്ടിയുടെ ഹോമിൽ നിന്നാണ് കല്യാണം കഴിഞ്ഞത്. ആ കുട്ടിക്ക് കോമ്പൻസേഷൻ കിട്ടുന്നത് കഴിഞ്ഞ വീക്കിലാണ്. ആലോചിച്ച് നോക്കൂ. ജസ്റ്റിസ് ഡിലേ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. യെസ്, അതെന്തോരം ഡിലേ. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം വരുന്ന കേസുകളിലൊക്കെ ഈ കുട്ടി കോമ്പൻസേഷൻ വേണമെങ്കിൽ ഞങ്ങൾ തന്നെ റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അതിനായിട്ട് വേറെ സിസ്റ്റം ഉണ്ട്. അന്ന് ആ സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ചൈൽഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വേറെ. ചൈൽഡ് ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, CWC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഹോമുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ടീം തന്നെ ഉണ്ട്. എന്നിട്ട് പോലും അത് ഡിലേ ആണ്.
ഇനഫ് അല്ല അല്ലേ? റിസർച്ചും വേണ്ട പോലെ മാത്രമല്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും പറയണം ഈ കുട്ടിയുടെ അന്വേഷണത്തിൽ ഈ കുട്ടിക്ക് കോമ്പൻസേഷൻ വേണ്ടതാണെന്ന് പറയണം. അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് നല്ല ട്രെയിനിങ് കൊടുക്കണം. ചൈൽഡ് സൈക്കോളജിയിൽ ട്രെയിനിങ് കൊടുക്കണം. ഇവർക്ക് എന്തൊക്കെ എഫക്റ്റാണ് ട്രോമകളാണ് ഉണ്ടാകുന്നതിനെക്കുറിച്ച് നല്ല ട്രെയിനിങ് കിട്ടണം. എന്നിരുന്നാലേ മൈൻഡും കൂടി അപ്ലൈ ചെയ്യണം, ഇതിൽ ഒരു ഇമോഷനും കൂടി അപ്ലൈ ചെയ്യണം പോക്സോ കേസുകളിലൊക്കെ. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ സംഭവിക്കും. ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് പറയാനാണ്. അതായത് ഇപ്പം എനിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരാൾ അശ്ലീല സ്വഭാവമുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ ഒരു ഫോട്ടോ സെൻഡ് ചെയ്തു. പൊതുവേ നമ്മൾ വറീഡ് ആവുക, നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുക. ഇങ്ങനത്തെ ഒക്കെ കാര്യത്തിന് എങ്ങനെയാണ് നമ്മളെ നിയമം നമ്മളെ സഹായിക്കുന്നത്? എന്താണ് നമ്മളതിന് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇൻസിഡൻറ്റുകൾ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകളായിരിക്കും. അത് മുതിർന്ന ആളാവട്ടെ, കുട്ടിയാവട്ടെ, ആരോ ആവട്ടെ, അശ്ലീല കണ്ടൻറ്റുള്ള മെസ്സേജുകൾ വരിക എന്നുള്ളത്. അത് ചിലപ്പോൾ അറിയാത്ത നമ്പറിൽ നിന്നാവാം, അറിയുന്ന നമ്പറിൽ നിന്ന് തന്നെ ആവാം, അറിയുന്ന ആൾ തന്നെ ആവാം, അറിയാത്ത ആളാവാം. പല രീതിയിലും അങ്ങനെ വരുന്നു. അത് ഇൻസ്റ്റാഗ്രാമിലൂടെ ആവട്ടെ, ഫേസ്ബുക്കിലൂടെ ആവട്ടെ, വാട്സപ്പിലൂടെ ആവട്ടെ, എങ്ങനെയും വരുന്നത് ഏറ്റവും കൂടുതൽ അത് തന്നെയാണ്. ഇതിനെ കുട്ടിക്കാണ് ഇത് അയച്ചതെങ്കിൽ പോക്സോ ആക്ട് പ്രകാരം കേസെടുക്കാം, IT ആക്ട് പ്രകാരവും കേസെടുക്കാം. അങ്ങനൊരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ പലപ്പോഴും അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. പാരൻറ്റിൻ്റെ ശ്രദ്ധയിൽ വന്നാലാണ് അവർ പലപ്പോഴും വളരെ ദുർലഭമായിട്ട് കേസായിട്ട് വരുന്നത്. കേസായിട്ട് വന്നു കഴിഞ്ഞാൽ പോക്സോ ആക്ട് പ്രകാരം തന്നെ കേസെടുക്കാം, IT ആക്ട് പ്രകാരം കേസെടുക്കാം. 12 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ ഈ കുട്ടി ഇത് കണ്ടു കഴിഞ്ഞാൽ കുട്ടിയിൽ ഭയങ്കരമായിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാക്കും, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നാണ് പറയുക. കാരണം ചൈൽഡ് സെക്ഷൽ അബ്യൂസിന് ഇരയായ ഒരു കുട്ടിക്ക് 2 എഫക്റ്റുകൾ ഉണ്ടാവാം എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും പറയാം. ഒന്ന്, കുട്ടിക്ക് ഇതിനോട് മരവിപ്പ് ഉണ്ടാവാം. 2, കുട്ടി ഇതിനു വേണ്ടി ഓടി നടക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുടുംബ കോടതിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പിടിച്ചതിൻ്റെ പേരിലാണ് അവർ കുടുംബ കോടതിയിൽ ഡിവോഴ്സായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ സ്ത്രീയോടും 2 പേരോടും സംസാരിച്ചു. ഭർത്താവ് ഈ സ്ത്രീയുടെ കാര്യങ്ങളാണ് പറഞ്ഞത്, ഇങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസാണ്, 1ഉം 2ഉം അല്ല എന്നുള്ള രീതിയിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സ്ത്രീയോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയാണ്, ഞാൻ മദ്രസയിൽ പോകുന്ന കാലത്ത് ചെറുപ്പത്തിലാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തെറ്റാണെന്ന് പഠിപ്പിക്കേണ്ട ആളാണ് ഇന്നിങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്ക് ആ സാധനം ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ആൺകുട്ടികളുടെ കേസും കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. അതായത് പുരുഷൻ ആൺകുട്ടിയെ അബ്യൂസ് ചെയ്യുക എന്നുള്ള കേസ്. മറ്റേതുണ്ടാവും, അത് അധികം അറിയപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. ഇതും കുട്ടിയുടെ ഓറിയൻറ്റേഷൻ മാറും. ചെറിയ പ്രായത്തിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഓറിയൻറ്റേഷൻ മാറും. പിന്നെ ഇവനും വളർന്നു വരുമ്പോൾ ഈ സോഡോമി എന്നാണ് അതിന് പറയുക, ഇതിലേക്ക് മാറിപ്പോവും ഇവൻ്റെ ഓറിയൻറ്റേഷനും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പോക്സോ ഇത്രയും കർശനമായിട്ടുള്ള നിയമം. നിങ്ങൾക്കൊരാളെ വേണമെങ്കിൽ കൊല്ലാം, നിങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങി വരാം. പോക്സോയിൽ കയറി കഴിഞ്ഞാൽ ജാമ്യം കിട്ടാൻ എന്തോരം റിസ്ക് ആണെന്നറിയോ? ഇനി സാർ ഫാമിലി കോർട്ടിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് വേറെ തന്നെ ഒരു ഏരിയയാണ്. എങ്ങനെയാണ് ഈ ഒരു മൊത്തം സിനാരിയോനെ എങ്ങനെയാണ് സാർ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീസെൻ്റായിട്ട് കേസുകളൊക്കെ വരുന്നത് റീസെൻ്റായിട്ട് കല്യാണം കഴിഞ്ഞ കേസുകളിലുള്ള ആളുകളാണ്. പണ്ട് അങ്ങനെയല്ല, കുറേ കാലം കഴിഞ്ഞിട്ടായിരുന്നു ന്യൂജൻ പെട്ടെന്ന് തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിന് പോസിറ്റീവ് ഗുണങ്ങളും ഉണ്ട്, നെഗറ്റീവ് ഗുണങ്ങളും ഉണ്ട്. മീൻസ് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ ഒരു ഇമോഷണൽ സ്റ്റേറ്റിലാവുമ്പോൾ തീരുമാനം എടുക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തീരുമാനം എടുക്കുന്ന ന്യൂജനെ കാണാറുണ്ട്. സ്വാഭാവികമായിട്ടും കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് മീൻസ് കോടതിയിൽ ഒരിക്കൽ ഫയൽ സ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വിടുന്നത് കൗൺസിലറുടെ അടുത്തേക്ക്, ഞങ്ങൾ കൗൺസിലേഴ്സിൻ്റെ അടുത്തേക്കാണ് വിടുന്നത്. സ്വാഭാവികമായിട്ടും ആരാണ് പെറ്റീഷണറെ ഞങ്ങൾ കാണും, എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങളെന്ന് ചോദിച്ചറിയും. അടുത്ത 2ാമത്തെ ആളെ കാണും, മീൻസ് റെസ്പോണ്ടൻറ്റിനെ കാണും. റെസ്പോണ്ടൻറ്റ് സ്വാഭാവികമായിട്ടും പറയും ഇതാണ് ഇൻസിഡൻറ്റ് ഉണ്ടായതെന്ന് പറയും. 2 പേരെയും കൂടി ഇരുത്തി ഒരു കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ അവർ ഈവൻ ഒരു കൗൺസിലിങ്ങിന് പോലും പോയിട്ടുണ്ടാവില്ല. മീൻസ് ഫാമിലി പോലും അതിൽ ഇടപെട്ടിട്ടുണ്ടാവില്ല. 2 പേരും അഡ്ജസ്റ്റ്മെൻ്റായിട്ട് തീരുമാനം എടുക്കുന്നു, വേഗം കൊടുക്കുന്നു, വേഗം കാര്യങ്ങളിലേക്ക് കടക്കുന്നു. ഇപ്പോൾ അതൊരു ഈസി ടാസ്ക്കായി മാറിയിരുന്നു. പണ്ട് അങ്ങനെയല്ല. പണ്ട് നാട്ടുകാർ ഇടപെടും, വീട്ടുകാർ ഇടപെടും, പള്ളി കമ്മിറ്റി ഇടപെടും, രാഷ്ട്രീയക്കാർ ഇടപെടും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു രക്ഷയില്ലാത്ത സാധനമായിട്ടാണ് കോടതിയിലേക്ക് വരുന്നത്. പിന്നെ അത് തീർക്കാന്നുള്ളത് ഹെവി റിസ്ക്കാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉള്ളത്. അതായത് പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു, ഒരുമിച്ച് പറ്റില്ല എന്ന ഏതെങ്കിലും ഒരു മൊമെന്റിൽ തോന്നിയാൽ അപ്പം തന്നെ തീരുമാനം വീട്ടിലേക്ക് പോകുന്നു, വേഗം ഫയൽ ചെയ്യുന്നു എന്നുള്ളൊരു അവസ്ഥ. കൗൺസിലേഴ്സിന് എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ട്? എത്രത്തോളം
അതായത് ഹെൽത്തി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് യുണൈറ്റ് ചെയ്യിപ്പിക്കാനോ പറ്റാറുണ്ടോ ഫാമിലി കോർട്ടിലെ കൗൺസിൽ? കോടതിയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ശത്രുതയില്ലാതെ പിരിയാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അതാണോ ഇതാണ് first ആയിട്ട് ഞാൻ ചിന്തിക്കുന്നത്? എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അങ്ങനെയാണ് വരുന്നത്. റീയുണൈറ്റ് ചെയ്യാന്നുള്ളത്. റീയുണൈറ്റ് ചെയ്യാൻ പാച്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അല്ലെങ്കിൽ റിസോൾവ് ചെയ്ത് പോകാൻ പറ്റുന്നതാണെങ്കിൽ സോൾവ് ചെയ്ത് പോകാൻ പറ്റുന്നതാണെങ്കിൽ അതിന് പ്രയോറിറ്റി ഉണ്ട്, ഇല്ലയെന്നല്ല. ശത്രുത ഇല്ലാതെ കുട്ടികളുള്ള ആളുകളാവുമ്പോൾ കുട്ടികൾ അതിനിടയിൽ ഉണ്ടാകുമ്പോൾ ശത്രുത ഇല്ലാതെ പിരിയാൻ വേണ്ടിയിട്ടാണ് നോക്കുക. കാരണം ആ കുട്ടി സിംഗിൾ പാരൻറ്റിൽ വളരുന്ന കുട്ടിക്ക് നല്ല എഫക്റ്റുകൾ ഉണ്ടാവും. അതിനേക്കാൾ എഫക്റ്റ് ആയിരിക്കും ഇവർ കലഹിച്ച് ജീവിക്കുന്ന അതിനിടയിൽ വളരുന്ന കുട്ടിയാണെങ്കിൽ. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പലപ്പോഴും അത് അവരറിയില്ല, ഇവർ സെപ്പറേറ്റ് ആവാൻ പോകുന്നവരായിരിക്കാം. ഒരാളുടെ അടുത്താണെങ്കിൽ മറ്റൊരാൾക്ക് കുട്ടിയെ ഒരു ആക്സസ് ഉണ്ടാവില്ല. ചിലപ്പം ഓപ്പോസിറ്റുള്ള ആൾ ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കും കുട്ടിയായിട്ട്. പെട്ടെന്ന് ഒരു സ്വഭാവത്തിൽ കുട്ടിക്ക് ആ ഇമോഷൻസ് കണക്ഷൻ ഇല്ലാതായി പോകും. അതും കുട്ടിയിലും ഭയങ്കര എഫക്റ്റുകൾ ഉണ്ടാക്കാം. അപ്പോൾ അത് ക്ലാരിറ്റിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും നല്ല രീതിയിലുള്ള ഒരു പിരിയലിന് അവരും സാധ്യത തരാറുണ്ട്. ഇനി പൊതുവെ പറയാറുണ്ട്, എല്ലാ സ്ത്രീകളും പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ഡിവോഴ്സസ് നടക്കുന്നത് PMS സമയത്താണ്. സ്ത്രീകളുടെ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം ഉള്ള സമയത്ത് ആണ് ഡിവോഴ്സസ്. അങ്ങനെ കണക്കുകളുണ്ട്, അങ്ങനെ റിസർച്ചുകൾ പറയുന്നുണ്ട്. ആ സമയത്ത് മെൻ്റൽ ട്രോമയെന്നാണ് പല ഡിവോഴ്സിൻ്റെ ഡിസിഷൻസും വരുന്നത്. അപ്പോൾ അത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? യു ആർ എ മെയിൽ കൗൺസിലർ വർക്കിംഗ് ഇൻ എ ഫാമിലി കോർട്ട്, പക്ഷേ അങ്ങനത്തെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാറുണ്ടോ വെൻ സമൺ കംസ് വിത്ത് ഡിവോഴ്സ് പെറ്റീഷൻ? കൗൺസിലിങ്ങിന് വരുന്ന എല്ലാ കേസുകളിലും ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം PMS എല്ലാവർക്കും ഉണ്ടാവും, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാവും. പക്ഷെ അതൊരു PMDD ആവുന്ന അവസ്ഥയുണ്ട്, പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ. PMS ഏകദേശം നിങ്ങൾക്കൊക്കെ ഒരു 1 വീക്കൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ, പരമാവധി പോയാൽ. അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിലാകെയുള്ള കാര്യം. ഇത് PMS എനിക്ക് തോന്നുന്നു പുരുഷന്മാർക്ക് ഒരു ഇതൊക്കെ അവയർനെസ് ഉണ്ട്. ആ സമയമാകുമ്പോൾ അവർ ഒഴിഞ്ഞു മാറിപ്പോയാലും സ്ത്രീകൾ കൂടെ നടന്ന് ചൊറിയും ചിലപ്പോൾ. ഫൈറ്റ്. അതെ അതെ അതെ, അങ്ങനെ ചൊറിയും ചെയ്യും. പിന്നെ ഇവർ സ്പീഡി മൂഡ് ചേഞ്ച് ആവും. ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ചെല്ലും. റൊമാൻറ്റിക് ആയിട്ട് ചെല്ലുന്ന സമയത്ത് ഈ മെയിൽ പാർട്ട്ണർ ഉണ്ടല്ലോ, മെയിൽ പാർട്ട്ണർ മറ്റേ ട്രോമയിൽ നിന്ന് മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ചെല്ലുമ്പോൾ ഇത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക പുച്ഛഭാവമായിരിക്കും ആണെന്നുണ്ടാവുക. അപ്പോൾ ഇവള് പറയും മുരടനാണ്, ഒരു റൊമാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴും കുറ്റപ്പെടുത്തലാണ് ഉണ്ടാവുക. അതൊരു സിനാരിയോ ആണ്. ആണുങ്ങളുടെ സൈഡ് ആരും സംസാരിക്കാനില്ല എന്നുള്ളതാണ് നമ്മൾ സാധാരണ കേൾക്കാറ്. ആണുങ്ങളുടെ സൈഡാണ് ഞാൻ പറയുന്നത്. പ്രീ മെൻസ്ട്രൽ ഡിസോർഡർ ആയാൽ അത് 20 ദിവസം പോലെയൊക്കെ ഉണ്ടാവും. ആകെ ഒരു 10 ദിവസം മാത്രമേ സാറേ നല്ലപോലെ തന്നെ സമാധാനം തരാറുള്ളൂ. അല്ലാത്ത ദിവസം മുഴുവൻ ഭയങ്കര സങ്കടമായിരിക്കും, ഭയങ്കര പ്രശ്നമായിരിക്കും. നമുക്കൊന്നും ഒരാഴ്ച പോലും ഇത് ഹാൻഡിൽ ചെയ്യാൻ വയ്യ. അപ്പോൾ 20 ദിവസം അപ്പോൾ തൊട്ടതിനും പിടിച്ചതിനൊക്കെ പ്രശ്നമായിട്ടാണ് ഇവർ വരിക. അപ്പോൾ 10 ദിവസം നല്ലതുപോലെ ഉണ്ട് സാറേ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് PMDDയുടെ സാധ്യത ഉണ്ട് എന്നുള്ളത്. ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ ഡിയുടെ ഇൻഫ്ലുവൻസ് ഇതിലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വൈറ്റമിൻ ഡി നമ്മളെ മെലറ്റോണിനെ ബാധിക്കുന്നു. മെലറ്റോണിൻ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിനുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രെസ് ഹോർമോണും കോർട്ടിസോളും നോറെപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ സാധനങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യും. മെലറ്റോണിൻ്റെ പ്രൊഡക്ഷനിലും ഇതിലൊക്കെ വൈറ്റമിൻ ഡി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഹാപ്പി ഹോർമോണിനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി കുറവുള്ളത് ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും വൈറ്റമിൻ ഡി ഏറ്റവും ആദ്യം ആണല്ലോ എന്ന് മാത്രം നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം ബാധിക്കുന്നത് തൈറോയിഡ് ഹോർമോണിനെയാണ്. തൈറോയിഡിന് പറയാൻ നമ്മൾ ഒരു വാച്ച് ഡോഗാണ്, മറ്റുള്ള ഹോർമോണൊക്കെ ബാലൻസ് ആക്കുന്ന വാച്ച് ഡോഗാണ്, ഹോർമോണുകളുടെ ഹോർമോണാണ്. അതെ അതെ അതെ. അപ്പം തൈറോയിഡ് ഡെഫിഷ്യൻസി വരും. തൈറോയിഡ് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റുള്ള ഹോർമോണിലൊക്കെ ഇംബാലൻസ് വരും. മെയിൽ ഹോർമോണും ഫീമെയിൽ ഹോർമോണും ഇംബാലൻസ് ആവും. ഇത് ഇംബാലൻസ് ആകുമ്പോൾ ഈ PMDD പോലുള്ള സാധനങ്ങൾ ഭയങ്കരമായിട്ടുണ്ടാവും. മനസ്സിലാവുന്നു? PCOD വൈറ്റമിൻ ഡി ആയിട്ട് ഭയങ്കര കണക്റ്റഡാണ്. ഈ വൈറ്റമിൻ ഡിയെ കുറിച്ച് ഈ ഓൺലൈനിൽ ആളുകൾ വന്നിരുന്ന് പറഞ്ഞ് ആളുകൾ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പോയിട്ട് മരുന്ന് കഴിച്ചാൽ മതി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ മരുന്നല്ല സപ്ലിമെൻ്റ് എടുത്താൽ മതി എന്നാ പറയും. സപ്ലിമെൻ്റ് എടുക്കും, പോയി ടെസ്റ്റ് ചെയ്യും. സപ്ലിമെൻ്റ് എടുത്താൽ മാത്രം പോരാ, സപ്ലിമെൻ്റ് എടുത്തതുകൊണ്ട് സാധനം സ്റ്റോറാവും, പക്ഷേ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കില്ല. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഹാപ്പി ഹോർമോണായിട്ടുള്ള സെറട്ടോണിൻ റിലീസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ നിർബന്ധമാണ് തലച്ചോറിൽ. ഇതിൻ്റെ പ്രസൻസ് വേണം. ഈ പ്രസൻസ് വേണമെങ്കിൽ വെയിൽ കൊണ്ടിട്ടുള്ള വൈറ്റമിൻ ഡി തന്നെ വേണം. നമ്മൾ സാധാരണ വെയിൽ കൊള്ളാൻ പറയാം, സാധാരണ വൈറ്റമിൻ ഡി കിട്ടാൻ ഇളം വെയിൽ കൊള്ളണം എന്നാണ് പറയുക.
രാവിലെയും വൈകുന്നേരം. അത് നോർമൽ വൈറ്റമിൻ ഡി ഉള്ള നോർമൽ ആൾക്ക്, ഒരു പ്രശ്നമില്ലാത്ത ഒരാൾക്കാണ് ആ സമയത്ത് കൊള്ളേണ്ടത്. അല്ലാത്ത ആളുകൾക്ക് നല്ല കടും വെയിൽ തന്നെ കൊള്ളണം. അതെ അല്ലേ? കടും വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇത് ബാലൻസ് ആവും. കടും വെയിൽ കൊള്ളുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വേഗം ടാൻ അടിക്കും. ഈ വേഗം ടാൻ അടിക്കുക എന്നുള്ളത് തന്നെ വൈറ്റമിൻ ഡി കുറവാണെന്നുള്ളതിനുള്ള പിന്നെ ഒരു സൈനാണ്. അത് ശരി. എനിക്ക് വൈറ്റമിൻ ഡി കൂടുതലാണെങ്കിൽ ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് വെയിലുണ്ടായാലും വലിയ ടാൻ അടിക്കുള്ളൂ, ചെറിയൊരു ടാൻ അടിക്കുള്ളൂ. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതായത് 10 താഴെ അല്ലെങ്കിൽ 15 താഴേക്കുള്ള ആളാണെങ്കിൽ ഒറ്റ പ്രാവശ്യം ഒരു 15 മിനിറ്റ് ഒന്ന് നടന്നാൽ മതി വെയിലത്തൂടെ, അല്ലെങ്കിൽ ഒരു ബൈക്കിലൊന്ന് പോയാൽ ടാൻ അടിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് കുറവുണ്ടെന്നുള്ളത്. അതെനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ വെയിൽ തന്നെ, ഈവൻ ഇഫ് യു ആർ ഹാവിങ് എ സപ്ലിമെന്റ്, വെയിൽ കൊള്ളുക തന്നെ വേണം എന്നാണ്. നോട്ട് നൗ, ലൈക്ക് സമ്മറിലല്ല. 10 താഴെ 15 താഴേക്ക് എന്ന് പറയുമ്പോൾ വീക്കിലി 1 ഡോസാണ് കൊടുക്കുന്നത് സാധാരണ. മീൻസ് 60K 60,000 ഇന്റർനാഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് വൺസ് ഇൻ എ വീക്ക്. അവർ വൺസ് ഇൻ എ വീക്ക് എടുക്കും വേണം, വെയിലുള്ളും വേണം ഉണ്ടായി, എന്നാലേ ബാലൻസ് ആയി വരുള്ളൂ. ഇത് വൈറ്റമിൻ ഡി ശ്രദ്ധിക്കാത്ത ആളുകൾക്കാണ് ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നത്, പൊണ്ണത്തടി ഉണ്ടാക്കുന്നത്. പൊണ്ണത്തടിയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണല്ലേ വൈറ്റമിൻ ഡി. നമ്മൾ പറയില്ലേ ഗട്ട് ഫീലിംഗ് എന്ന് പറയില്ലേ, ഗട്ടും ബ്രെയിനുമായിട്ട് ഭയങ്കര ഇമോഷനുമായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ മെലറ്റോണിൻ്റെ പ്രശ്നം വരുമ്പോൾ, വൈറ്റമിൻ ഡി കുറഞ്ഞ് മെലറ്റോണിൻ്റെ പ്രശ്നം വരുമ്പോൾ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ കുറയും. വൈറ്റമിൻ ഡി കുറവുള്ള ആൾക്ക് ഉറക്കം കുറവായിരിക്കും, മുടിവശൽ കൂടുതലായിരിക്കും. സാധാരണ ആളുകൾ ഡോക്ടറെ കാണുമ്പോൾ കണുപ്പിലും ഇടുപ്പിലൊക്കെ പ്രശ്നങ്ങൾ, വേദന ഉണ്ടെന്ന് പറയുമ്പോഴാണ് പിന്നെ ഡോക്ടറെ കാണുന്നത്. അപ്പോൾ കാൽസ്യം കുറവാണ്, കാൽസ്യം വൈറ്റമിൻ ഡി ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആണെന്ന് പറയും. അതൊക്കെ ഇന്റർ കണക്റ്റഡാണ്. ഞാൻ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞേ, കുട്ടികളുടെ മനസ്സറിയാൻ പറ്റുക എന്നുള്ളതായിരിക്കും ഏതൊരു പാരൻറ്റിൻ്റെയും ഏറ്റവും ഏതൊരു പാരൻറ്റിനും വേണ്ട ഒരു സൂപ്പർ പവർ ആയിരുന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ കുട്ടികളുടെയെങ്കിലും മനസ്സറിയാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടികളുടെ മനസ്സറിയാൻ ഒന്നും ചെയ്യേണ്ട, കുട്ടികളുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എത്ര സമയം കുട്ടികളോട് കൂടെ കുട്ടിയായിട്ട് കളിക്കാൻ പറ്റുമോ അവൻ്റെ സ്റ്റാറ്റസിലേക്ക്, അവൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമ്മളും താന്നിട്ട് അവൻ്റെ കൂടെ കളിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അവൻ്റെ ഏജ് ഏതാണോ ആ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട്, മീൻസ് മണ്ണിൽ കളിക്കുന്ന കുട്ടിയാണെങ്കിൽ അവൻ്റെ കൂടെ മണ്ണിലിറങ്ങി നമുക്ക് കളിക്കാം. മീൻസ് സൈക്കിൾ എടുത്ത് ഓടുകയാണെങ്കിൽ ആ രീതിയിൽ അവൻ്റെ കൂടെ പോയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് അവൻ സൈക്കിളിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവനോട് സംസാരിക്കാം. അവൻ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ റൗണ്ട് അടിക്കട്ടെ. കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എത്ര അവനോട് ഓപ്പൺ ആവുന്നോ അത്രത്തോളം അവൻ നമ്മളോട് ഓപ്പൺ ആവും. നമ്മളവനെ കൺട്രോൾ ചെയ്യാനോ റെസ്ട്രിക്റ്റ് ചെയ്യാനോ പോകേണ്ട ആവശ്യമില്ല. അത് വേണ്ട. സ്നേഹം കൊടുത്താൽ മതി. സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആ സ്നേഹത്തിന് ബ്രേക്ക് ചെയ്തിട്ട് അവൻ വേറെ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ്. ചെയ്താലും നമ്മളറിയും, ചെയ്തോട്ടെ. തെറ്റുകൾ കുട്ടികൾക്ക് സംഭവിക്കണം, കള്ളത്തരങ്ങൾ കുട്ടികൾ ചെയ്യണം, പ്രശ്നങ്ങൾ കുട്ടികൾ ഉണ്ടാക്കണം, ഇതൊക്കെ സോൾവ് ചെയ്യണം. ഇതൊക്കെ ഉണ്ടാക്കി വന്നാലാണ് ഇതൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക്. നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാക്കില്ല. കുട്ടി നല്ല കുട്ടിയായിരിക്കും, വീട്ടിലൊരു സാധനം ഉടക്കൂല, ഒരു സാധനം കേടെടുത്തൂല. കുട്ടി കളിപ്പാട്ടങ്ങൾ കേടുവരുത്തണം, കുട്ടി അടുത്ത വീട്ടിലെ കുട്ടിയായിട്ട് തല്ലുംപിടി ഉണ്ടാക്കണം, അവർ കംപ്ലൈൻറ്റ് ആയിട്ട് നമ്മളെ വീട്ടിലേക്ക് വരണം, എന്നിട്ട് നമ്മളത് സോൾവ് ചെയ്യണം. അപ്പോൾ കുട്ടി കാണണത് ഇത് ഇത്രേ ഉണ്ടാവുള്ളൂ, ഇത് സോൾവ് ചെയ്തു, അവിടുന്ന് ഒരു സ്കില്ല് അവൻ പഠിച്ചു, ഇത് സോൾവ് ചെയ്യുന്ന സാധനമാണ്. കുറച്ച് നേരം അവൻ ഭയങ്കര ടെൻഷനാവും. വീട്ടിൽ ഒന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക നിൽക്കുക. വീട്ടിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഒന്ന് വരെ ഉപദേശിക്കും, ഒരു അടി കൊടുക്കും, അത് കിട്ടി അത് തീർന്നു. ഇതിങ്ങനെ തീരുന്ന അവന് മനസ്സിലാവണം. എല്ലാ കള്ളത്തരം കുട്ടി ചെയ്യണം, എല്ലാ കള്ളത്തരം കുട്ടി ചെയ്യണം. നമ്മളെ കാലത്തൊക്കെ നമ്മൾ നാളെ പരീക്ഷയാണെങ്കിൽ SLC ആണെങ്കിൽ ഇന്ന് നമ്മൾ റിലീസാവുന്ന സിനിമയ്ക്ക് പോയി. അത് ചിലപ്പം പിടിക്കപ്പെട്ടാൽ നല്ല അടി കിട്ടും വീട്ടിൽ നിന്ന്. അപ്പോൾ അത് അത്രേ ഉണ്ടാവുള്ളൂ. നമ്മൾ മനസ്സിലാവുന്നതോടെ നമുക്ക് അതിനൊരു ലൈഫ് സ്കിൽ നമ്മൾ ഉണ്ടാക്കുകയാണ്. അതേപോലെ ഓരോ പ്രശ്നങ്ങളും ലൈഫിൽ മുതിർന്നു വരുന്നിടത്തോളം ഉണ്ടാവും. നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടാവും. ഈ ചെറുപ്പകാലത്ത് ഇതൊന്നും നമ്മൾ സോൾവ് ചെയ്യാതെ പോയിട്ടുള്ള ആളാണെങ്കിൽ ആ സമയത്ത് നോ പോലും കേൾക്കാൻ പറ്റാത്ത ആൾക്കാർ ആ സമയത്ത് ജോലി സ്ഥലത്ത് പോയിട്ട് അവിടെ നമ്മളോട് സപ്പോർട്ട് ചെയ്യാത്ത ഒരാളായിരിക്കാം. അയാളുടെ ഒരു ഹരാസ്മെൻറ്റ് കേട്ട് നമ്മൾ പോയി ആത്മഹത്യ ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ ഡ്രഗിലേക്ക് പോകും, അല്ലെങ്കിൽ ആൽക്കഹോളിസം തുടങ്ങും, അങ്ങനെയുള്ള രീതിയിലേക്ക് പോകും, അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ ഡൗൺ ആവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കോർട്ടിസോൾ, സ്ട്രെസ് ഹോർമോൺ റിലീസ് ആവാനുള്ള സാധ്യതകൾ നമ്മളെ ചുറ്റുവട്ടത്ത് നിറയെ ഉണ്ട്. നേരെ പക്ഷേ ഹാപ്പി ഹോർമോൺ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മളത് ബോധപൂർവം ചെയ്യണം. നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കണം, ഗട്ടിനെ നന്നാക്കുന്ന അല്ലെങ്കിൽ ബ്രെയിൻ ഫുഡുകൾ നമ്മളും കഴിക്കണം. നമുക്ക് ഹാപ്പി ഹോർമോണുകൾ കിട്ടുന്നത് സാധനങ്ങൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. എന്തിലൊക്കെയാണ് നമ്മൾ എൻഡോർഫിൻ കിട്ടണമെങ്കിൽ നമ്മൾ
ആക്ടിവിറ്റീസ് ചെയ്യണം. ഓടുക, നടക്കുക, കളിക്കുക, ജിമ്മിന് പോവുക, അങ്ങനെയുള്ള ആക്ടിവിറ്റിയിൽ, അതായത് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് മാത്രമേ എൻഡോർഫിൻ നമുക്ക് കിട്ടുള്ളൂ. അതങ്ങനെ തന്നെ കിട്ടുള്ളൂ. പ്രകൃതിയിലൂടെ നടന്നാൽ മാത്രമാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുള്ളൂ, ഹാപ്പി ഹോർമോൺ കിട്ടുള്ളൂ. അങ്ങനെ പല ആക്ടിവിറ്റികളുണ്ട്. അത് നമ്മൾ ബോധപൂർവ്വം ഉണ്ടാക്കണം. മറ്റേത് നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാവരും തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പോകുമ്പോൾ, നമ്മൾ നടന്നു പോകുമ്പോൾ ആരെങ്കിലും നമ്മളൊന്ന് ബോഡി ഷെയിം ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഡൗൺ ആയി, നമുക്ക് കോർട്ടിസോൾ റിലീസ് ചെയ്യും. അന്നത്തെ ദിവസം പോകണം. അതുകൊണ്ടാണ്. നേരെ മറിച്ച് നമ്മൾ പോകുമ്പോൾ നല്ലൊരു സ്മൈൽ വന്നു കഴിഞ്ഞാൽ ആ സ്മൈൽ നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു ഹാപ്പി ഹോർമോൺ റിലീസ് ആവുന്നുണ്ട്. അതാണ് നമ്മൾ പ്രകൃതിയായിട്ട് കണക്റ്റ് ആവണം, നമ്മൾ ആളുകളായിട്ട് കണക്റ്റ് ആവണം, സോഷ്യലൈസേഷൻ വേണമെന്ന് പറഞ്ഞത്. നമ്മൾ ഒരു ചാരിറ്റി ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹാപ്പി ഹോർമോൺ കിട്ടും. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ നടന്നു പോകുമ്പോൾ, ഒരു കോറിഡോറിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഡോറ് തുറക്കൂല, തുറന്ന് നമ്മൾ കയറുന്നു. നമ്മൾ ബാക്കിൽ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അയാൾ കിടക്കാൻ നമ്മൾ തുറന്ന് പിടിച്ചു കൊടുത്താൽ നമുക്കവിടെ ഹാപ്പി ഹോർമോൺ കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അത്രത്തോളം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്കത് കിട്ടും. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞതുപോലെ നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ കുട്ടികളെക്കുറിച്ചും ഈവൻ റിലേഷൻഷിപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഫുഡും അതുപോലെ ബ്രെയിനും തമ്മിലുള്ളൊരു കണക്ഷനെ പറ്റിയൊക്കെ സംസാരിച്ചത് എനിക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അപ്പോൾ കാണുന്ന ആൾക്കാർക്കും നല്ലൊരു ടേക്ക് അവേ ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സാറിന് ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. എന്തൊക്കെയാണോ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാത്തിനും ഒരുപാട് ആശംസകൾ. ഏറ്റവും നന്നായിട്ട് തന്നെ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.